ശാപം തലമുറയ്ക്കൂടെ വരുന്നതാണ്. തലമുറയ്ക്കൂടെ വരുന്നതിൻ്റെ പേരാണ് ശാപം എന്ന് പറയും. എന്തിനാണ് ശാപം വരുമെന്ന് പറഞ്ഞത്? മക്കൾക്ക് ദോഷം വരുന്ന ഒന്നും പേരൻസ് ചെയ്യത്തില്ല. അപ്പോൾ മക്കളെ ഓർത്ത് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. എന്തെല്ലാം ശാപം വരുത്താം? ഈ കൂടോത്രം ചെയ്യുന്നവരുണ്ട്, അവരെന്നെ ഓടിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യുന്നവർ ഇന്നുമുണ്ട്. ഈ അടുത്തിടയ്ക്ക് കോഴിക്കോട്ട് കൂടോത്രം വീട് മാറ്റി വെച്ചത് നിങ്ങളൊക്കെ കേട്ട് കാണും. സോഷ്യൽ മീഡിയ ഭയങ്കര സംഭവമായൊരു കാര്യമാണ്. കൂടോത്രം വെച്ച് വീട് മാറിപ്പോയി. അതെൻ്റെ ഭാര്യ വീടിനടുത്തുള്ളൊരു സംഭവമായിരുന്നു. വേറെ സഹോദരന് രസകരമായൊരു കാര്യം കേട്ടു. താനൊരു വീട് പണിയാൻ ചെന്നപ്പോൾ കുഴി എടുത്തുകൊണ്ടിരിക്കുമ്പം വലിയൊരു കുടം കെട്ടി, അതിനകത്ത് കൂടോത്രമായിരുന്നു. പുള്ളി അതിൻ്റെ വില തിരക്കിയപ്പോൾ 1.5 ലക്ഷം രൂപയാണ് ഈ കൂടോത്രം ചെയ്യാൻ. അദ്ദേഹം അതെടുത്ത് OLX വിൽക്കാനിട്ടു. കൂടോത്രം വേണ്ടവർക്ക് 1.5 ലക്ഷം രൂപയുടെ കൂടോത്രം 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനിട്ടു. എന്നാൽ ഈ അയൽക്കാരനെ ഓടിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യുന്നവർ ഓർത്തോണം, ഇതെല്ലാം തലമുറയ്ക്ക് വെട്ടിവെപ്പാവും. കാരണം നാളുകളിൽ ഇതെല്ലാം തിരിച്ചടിക്കും. അപ്പം കൂടോത്രം ചെയ്യുക, അവരൻ്റെ അധാർമികമായ ലൈംഗിക ജീവിതം, അവരൻ്റെ ഭാര്യയെ പിഴപ്പിച്ചാൽ അവൻ്റെ പിള്ളേരും കെട്ടിയവനും പ്രാകും. അവരെൻ്റെ ഒരു പെൺകൊച്ചിനെ പിഴപ്പിച്ചിട്ട് പോയാൽ അവൻ്റെ അമ്മ പ്രാകും. എൻ്റെ കൊച്ചിനെ പിഴപ്പിച്ചവനെ മുടിഞ്ഞു പോകുന്ന പ്രാകും. തിരുവനന്തപുരത്തൊക്കെ ചെന്ന് നീട്ടി പ്രാകും. പ്രാക്ക് ഏക്കുമെന്നൊക്കെ ചോദിച്ചാൽ വല്ലവൻ്റെ പെൺപിള്ളേരെ പിഴപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാക്കൊക്കെ ഏക്കത്തില്ലേ ഏക്കും. അങ്ങനെ തലമുറകളിലേക്ക് ശാപം വ്യാപരിക്കും. അങ്ങനെ ശിക്ഷയും ശാപവും മരണവും എല്ലാം മനുഷ്യനെ വേട്ടയാടി. ഇനി എന്താ രക്ഷപ്പെടാൻ വഴി? അതിനാണ് പാപപരിഹാര പ്രക്രിയകൾ നടത്താൻ തുടങ്ങി. എബ്രായ മതത്തിൽ, പഴയ നിയമത്തിൽ എബ്രായ മതത്തിൽ യാഗങ്ങളുണ്ട്. യാഗമെന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന് മൃഗങ്ങളെ യാഗം കഴിക്കുകയാണ്. മൃഗങ്ങൾ മരണപ്പെടുകയാണ്. പക്ഷെ മൃഗങ്ങൾ മരണപ്പെടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പാപം മൃഗത്തിൻ്റെ മേലായി, പാപം പരിഹരിക്കപ്പെട്ടു. പക്ഷേ പ്രശ്നം വീണ്ടും എന്തു ചെയ്യും? പാപം ചെയ്യും, അല്ലേ? വീണ്ടും പാപം ചെയ്യും. ക്ഷമയ്ക്ക് അവാർഡ് കിട്ടിയൊരു മനുഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യുക കേട്ടാക്കളെ. ക്ഷമയ്ക്ക് അവാർഡ് കിട്ടി. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന പത്രക്കാർ, പെൺപിള്ളേർ, കൊച്ചു പിള്ളേരാണ്, ജേർണലിസം പഠിച്ച് ഇറങ്ങിയ പിള്ളേർ. അവർ ചോദിച്ചു, നിങ്ങൾ കോപിച്ചിട്ടില്ലേ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്ഷമയാണോ? ആണ്. അപ്പോൾ നിങ്ങൾ കോപിച്ച് പുറമേ ഇല്ലേ? ഇല്ല. ക്ഷമയ്ക്ക് അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ ഇവരിങ്ങനെ കുത്തി ചോദിച്ചു, അപ്പം കോപിച്ചിട്ടേ ഇല്ലേ? കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, കൊച്ച നിന്നോട് ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നു, കോപിച്ചിട്ടില്ല. ഇനിയാണ് ഞാൻ ജഡ്ജാണ്ട്. നമ്മൾ കണ്ടിട്ടില്ല ഈ പത്രക്കാരോട് ചൂടാകുന്ന വെച്ചാൽ, അങ്ങാടിത്തോട്ടേന് അമ്മയോടെന്ന് പറയുന്നവരാണ് പണ്ടും പത്രക്കാരോട് ചൂടാകുക. അപ്പോൾ എത്ര ക്ഷമയുള്ളവൻ്റെ അകത്ത് എന്ത് കിടപ്പുണ്ട്? കോപം കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇത് പുറത്ത് വരും. അപ്പം വീണ്ടും എന്ത് കഴിക്കണം? പരിഹാരം നടത്തണം. അങ്ങനെ അതുകൊണ്ടാണ് വചനം പറയുന്നു, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ പാപത്തിൻ്റെയും പരിഹാര പ്രക്രിയകളുടെയും ഇടയിൽ കിടന്നുകൊണ്ട് മതം മനുഷ്യനെ ചൂഷണം ചെയ്യും. കാർൽ മാർക്സ് പറയുന്നുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. കാരണം ഈ മതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കകത്ത്, എബ്രായ മതം ഉൾപ്പെടെ ഉള്ള ചിട്ടവട്ടങ്ങൾക്ക് അപ്പുറം അകത്ത് കിടന്ന് മനുഷ്യൻ നെടുവീർപ്പിട്ടു. അപ്പോൾ യാഗം കഴിക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ വരുമ്പോൾ അവിടെ വലിയ ഉപജാപ വൃന്ദങ്ങളുണ്ട്. ഇവർ കൊണ്ടുവരുന്ന ആടിനെയൊക്കെ കൊണ്ട് നോക്കിയിട്ട് പറയും, ഈ ആടിന് പുഴുക്കുത്തുണ്ട്, ഈ ആടിനെ കൊള്ളത്തില്ല. ഇനി എന്താ വഴി? ഞങ്ങൾ തരാം ആടിന്, പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന വില തെറ്റും. അതുകൊണ്ടാണ് ക്രിസ്തു വന്നിട്ട് ഈ ബിസിനസ്സുകാരുടെ എല്ലാം ആ മേശയെല്ലാം മറിച്ചിട്ട് കളയുന്നുണ്ട്. എൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചാട്ടമാർ എടുത്ത് അടിക്കുന്നുണ്ട്. എന്താ കാര്യം? മതം മനുഷ്യനെ മയക്കുന്ന, മനുഷ്യൻ്റെ മേൽ ഏൽപ്പിച്ച ചൂഷണം വലുതായി. ഇങ്ങനെ നിലവിളിച്ച മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കുമെന്ന് മനുഷ്യൻ്റെ നിലവിളിക്ക് മുമ്പിൽ ആ നിലവിളി പലയിടത്തുനിന്നും ഉയർന്നു, ലോകമെമ്പാടും ഉയർന്നു. എന്നെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും നയിക്കണമേ എന്നുള്ള നിലവിളി ഒരു പ്രാർത്ഥനയായി ലോകമെമ്പാടും ഉയർന്നു. വചനം പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തു നിന്ന് എന്നെ ആര് വിടുവിക്കും? ഉത്തരം കർത്താവായ യേശുക്രിസ്തുവായി. ദൈവം മനുഷ്യനായിട്ട് മാറി. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം, മനുഷ്യൻ ദൈവമായതല്ല, ദൈവമാരായി മനുഷ്യനായി. സർവ്വത്തെയും സൃഷ്ടിച്ച ദൈവം ജഡാവതാരമെടുത്തു, മനുഷ്യനായിട്ട് മാറി, ചെറുതായിട്ട് മാറി. ലോകം മുഴുവൻ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം മനുഷ്യനായി. എന്തിനാണ് ദൈവം മനുഷ്യനായത്? മനുഷ്യൻ മൂലം പാപം ഉണ്ടായതുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരവും മനുഷ്യൻ മൂലം ഉണ്ടാകേണ്ടതിന് ദൈവം മനുഷ്യനായി. 30 വയസ്സ് വരെ യേശുക്രിസ്തു മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടും ഒരു തച്ചനായിട്ടും ജീവിച്ചു. മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ച യേശു നമുക്കങ്ങനെ മാതൃക കാണിച്ചു തന്നു.
30-ാമത്തെ വയസ്സിൽ താൻ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ദൈവപുത്രനും തെളിയിച്ചു. 33 തിരുവയസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് റോമൻ കോടതി കൊണ്ടുവന്നു. 6 കോടതിയിലാണ് വിസ്തരിച്ചത്. ആ 6 കോടതി വിസ്തരിച്ച് അന്നത്തെ പീലാത്തോസ്, റോമൻ ഗവർണറായിരുന്ന പീലാത്തോസിൻ്റെ കോടതി വെച്ച് ക്രിസ്തുവിനെതിരെയുള്ള സകല വാദങ്ങളും പരിശോധിച്ച ശേഷം പൊന്തിയോസ് പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു: ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യപ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ മതം വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങളുടെ വിശ്വാസങ്ങൾ, രാഷ്ട്രീയം, അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. എങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ഒരു കോടതി ഒരു പ്രതിയെ നോക്കി പറയുന്നു: ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. അതിന് അങ്ങനെ ഒരു കോടതി ഒരു പ്രതിയെ നോക്കി പറഞ്ഞാൽ അതിൻ്റെ ബാക്കി പറഞ്ഞേ: ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ബാക്കി കോടതി എന്തു പറയും? ബുദ്ധി ഒരു നിമിഷം ചിന്തിച്ച്. കോടതി പ്രതിയെ നോക്കി പറയുന്നു: ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ബാക്കി എന്താ പറയും? അതുകൊണ്ട് പറ, ഈ കോടതി ഈ പ്രതിയെ വെറുതെ വിടും. അങ്ങനെയല്ലേ പറയണ്ടേ? ഈ പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ലെന്ന് കോടതി പറഞ്ഞാൽ കോടതി അടുത്ത വാചകം പറയേണ്ടത്: അതുകൊണ്ട് ഈ കോടതി ഈ പ്രതിയെ എന്ത് ചെയ്യുന്നു? നിരുപാധികം വിട്ടയക്കും. അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെയാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കോടതി പറഞ്ഞു: ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രതി അടിപ്പിക്കും. ഏതുകൊണ്ട്? തെറ്റ് കാണാത്തതുകൊണ്ട് അടിപ്പിക്കും. തെറ്റ് കാണാത്തതുകൊണ്ട് അടിപ്പിക്കാൻ ഒക്കുമോ? ഇല്ല. ഈ മൂത്ത പിള്ളേരും ഇളയ പിള്ളേരും തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇളയത്തുങ്ങൾ വെറുതെ കിടന്ന കരയും. ചുമ്മാ വന്നിട്ട് പറയും: അവൻ എന്നെ അയച്ച്, അവൻ എന്നെ അടിച്ച്, അവൻ എന്നെ അടിച്ച്, അവൻ എന്നെ പിച്ച് എന്ന് പറയത്തില്ലേ? അപ്പോൾ അമ്മ ആരെ അടിക്കും? മൂത്തനെ അടിക്കും. അപ്പോൾ മൂത്ത പറയും: ഞാൻ ചുമ്മാ തുടങ്ങാൻ നിൽക്കുകയായിരുന്നു, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ എന്നെ എന്ത് ചെയ്തേക്കരുത്, അടിച്ചേക്കരുത്. അപ്പോൾ അമ്മ പറയും: നീ മൂത്തതല്ലേ, ഇരിക്കട്ടെ എന്ന് പറയും. നീ മൂത്തതല്ലേ, ഇരിക്കട്ടെ. അപ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മൂത്തതായ എൻ്റെ കുറ്റമാണോ? ഞാൻ പറഞ്ഞോ മൂത്താകാൻ? നിങ്ങളെന്തിനാ മൂത്തായ കൊണ്ട് എന്നെ അടിക്കും? ചുമ്മാതടിക്കാൻ പിള്ളേർ പോലും സമ്മതിക്കത്തില്ല. സമ്മതിക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു തെറ്റും ചെയ്യാച്ച 33കാരനെ കോടതി നോക്കി പറയുകയാണ്: അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിക്കും. ഇത് കേൾക്കാത്ത താമസം റോമൻ പടയാളികൾ ഭയങ്കര ക്രൂരന്മാരായി. അവർ പുരാതനമായ കൊളോസിയം എന്ന ക്രൂര വിനോദ സ്ഥലയിൽ അവിടെ മനസ്സിനെ കഠിനപ്പെടുത്തിയിരുന്നു. അവിടെ കോഴിപ്പോര്, കാളപ്പോര്, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പോര്, ഇതൊക്കെ കണ്ടവരുടെ മനസ്സ് കഠിനപ്പെട്ടിരുന്നവർ ഇത് കേട്ട താമസം യേശുക്രിസ്തുവിനെ ഒരു കൽത്തുറങ്കിൽ പൊനിച്ചു നിർത്തി റോമൻ ചാട്ടകൾ കൊണ്ടടിക്കാൻ തുടങ്ങി. റോമൻ ചാട്ടകൾക്ക് പല ലെയറുകളാണ്. ആ ലെയറുകൾ ആ ഭൂമിയിലാണ് വീണു. അടിക്കുമ്പോൾ മാംസം ആഴത്തിൽ ഇത് ഇറങ്ങും. എല്ലും മുള്ളും കൊളുത്തും ഒക്കെ ആഴത്തിൽ ഇറങ്ങും. തിരിച്ചെടുക്കുമ്പോൾ മാംസം പറിച്ചു വന്നു. അതടുത്തുള്ള ഒരു ബക്കറ്റിൽ കഴുകിയിട്ട്, തളത്തിൽ കഴുകിയിട്ട് വീണ്ടും അടിച്ചു. അങ്ങനെ ഒന്ന് കുറയെ 40 അടി. എന്തിനാ അടിച്ചെന്ന് പറയുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് അടിച്ചു. എന്തിനാണ് ക്രിസ്തു അടി കൊണ്ടത്? റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. നമ്മുടെ ഒരുവനാൽ എല്ലാവരും പാപികളായെങ്കിൽ ഒരുവൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതീകരിക്കപ്പെടേണ്ടതിന് കാലസമ്പൂർണതയിൽ മുഴുവൻ മനുഷ്യൻ്റെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് യേശു ക്രൂശിന്മേൽ കയറി. എന്തിന്? മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട്. പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള കർമ്മങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അത് വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടി വരുമ്പോൾ മനുഷ്യന് വേണ്ടി ക്രിസ്തു ഏകയാഗത്തിലൂടെ പാപപരിഹാരം വരുത്തി. ദൈവത്തിനും മനുഷ്യത്തിനും ഇടയിൽ പ്രായശ്ചിത്തയാഗമായിട്ട് മാറി. അടികൊണ്ട് തീർന്നില്ല. അവരാവശ്യപ്പെട്ടു, യഹൂദന്മാർ, ഇവനെ ക്രൂശിക്കണം, ഇവനെ ക്രൂശിക്കണം, ഇവനെ ക്രൂശിക്കണം. യേശു കർത്താവിനെ ക്രൂശുമെടുത്തുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോയി. അന്ന് ക്രൂശീകരണം ശാപത്തിൻ്റെ ലക്ഷണമാണ്. മനുഷ്യൻ്റെ മേൽ എന്തുണ്ട്? ശാപമുണ്ട്. അപ്പൻ്റെ അമ്മ വഴി 4 തലമുറ 7 തലമുറ വരെയൊക്കെ ശാപം വരാം. ഈ ശാപം പേറി നടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ എന്താണ് വഴി? ക്രിസ്തു ക്രൂശിക്കപ്പെടണമെന്ന് അവർ ആക്രോശിച്ചു. അന്ന് ക്രൂശീകരണം ശാപത്തിൻ്റെ ഒരു പ്രതിനിധീകരണമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ആവശ്യപ്പെട്ടു. പുരാതനമായ ഫിലീഷ്യന്മാർ കണ്ടുപിടിച്ച ഏറ്റവും ഹീനവും നീചവുമായ മരണമായിരുന്നു ക്രൂശീകരണം. ആ ക്രൂശീകരണത്തിന് വിധിക്കപ്പെട്ട ക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ കൽത്തളം മുതൽ കാൽവറി കുരിശ് വരെ, ഗബദ വരെ, ഗാഗുൽത്ത വരെ കുരിശുമെടുത്ത് വീണും എഴുന്നേറ്റ് നടന്നു. 2 രീതിയിലാണ് അന്ന് ക്രൂശ് ചുമപ്പിക്കുക. ഒന്നിൽ ക്രൂശ് എടുത്ത് വെക്കും, അല്ലെങ്കിൽ ഈ ക്രൂശിൻ്റെ നെടിയ തണ്ട് ഈ നേരെയുള്ള തണ്ട് നേരത്തെ കൊണ്ട് കുഴിച്ചിടും.
കുറിയ തണ്ട് പുറത്ത് വെച്ച് കെട്ടും. ഏതായാലും ഭാരമുള്ളൊരു സാധനം പുറത്തുണ്ടെങ്കിൽ, ഭാരമുള്ളൊരു സാധനം പുറത്തിരിക്കുകയാണെങ്കിൽ വീഴുമ്പോൾ മുമ്പോട്ട് വീഴുമോ പുറമോട്ട് വീഴുമോ? ഭാരമുള്ളൊരു സാധനം പുറത്തിരിക്കുകയാണെങ്കിൽ വീഴുമ്പോൾ മുമ്പോട്ട് വീഴുമോ പുറമോട്ട് വീഴുമോ? മുമ്പോട്ടല്ലേ വീഴത്തുള്ളൂ. വീഴുമ്പോൾ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഖമടിച്ചായിരിക്കും വീഴുക. അതുകൊണ്ടാണ് പ്രവാചകൻ അതിന് 700 വർഷം മുമ്പ് പറഞ്ഞു, അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ അവൻ ആരായി മാറി? വിരൂപനായി മാറി. എന്തിനാണ് ക്രിസ്തു വിരൂപനായത്? മനുഷ്യൻ്റെ ആത്മസൗന്ദര്യം വലുതായിരുന്നു. അവൻ ദൈവത്തോടൊപ്പം ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി അവൻ്റെ ദൈവിക സ്വരൂപം വൈരൂപപ്പെട്ടു. എത്രയോ നല്ല കുഞ്ഞുങ്ങളെ, എന്തൊരഴകുള്ള കുഞ്ഞുങ്ങൾ, കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവിടെ കണ്ണ് ചുവന്ന് കിടക്കുന്നു, അവിടെ ചെറി കറുത്തിരിക്കുന്നു, അവിടെ മുഖത്തിൻ്റെ ശോഭ പോയി. നിരന്തര മദ്യപാനം, നിരന്തര പാപം അവരെ വല്ലാതാക്കി. എന്നാൽ നഷ്ടപ്പെട്ട പാപം മൂലം വൈരൂപപ്പെട്ടു പോയ മനുഷ്യൻ്റെ ആത്മസൗന്ദര്യം വീണ്ടെടുക്കാൻ വേണ്ടി ക്രിസ്തു നമുക്ക് വേണ്ടി വിരൂപനായി. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? ഗലാത്യലേഖനത്തിൽ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി മാറി? ശാപമായി മാറി. പ്രിയമുള്ളവരെ, ക്രിസ്തു ശാപഗ്രസ്ത മരണം വരിച്ചു. അതുകൊണ്ട് നമുക്കെന്താ ഗുണം? കുരിശിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട്, യേശുവേ, ഞാൻ എൻ്റെ വീട്ടിലൊരു ശാപത്തിൻ്റെ ഒരു കണ്ണി, എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല, എല്ലാം ചെയ്തിട്ടും എന്തോ ഒന്ന് പിന്തുടരുന്ന ഒരു അനുഭവം. പരിഹാരം ഒന്നാണ്, ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. അവൻ്റെ മേലുള്ള ശാപത്തിൻ്റെ കെട്ടുകൾ അവിടെ അഴിഞ്ഞു മാറുകയാണ്. 3, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ക്രിസ്തു മരിച്ചു. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം മരിക്കുമോ? ദൈവം മരിക്കുമോ? ദൈവം മരിക്കുമോ? ദൈവത്തിന് എന്തില്ല? മരണമില്ല. ഉണ്ടോ? ദൈവം എന്ത് ചെയ്യത്തില്ല? മരിക്കില്ല. പക്ഷേ ഇവിടെ ക്രിസ്തുവിൻ്റെ 7 മൊഴികളുണ്ട്. ആ 7 മൊഴികളിലെ ഒരു മൊഴി ഇതായിരുന്നു, എലോഹി എലോഹി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ കൈവിട്ട് എന്ത്? ദൈവം ചോദിച്ചപ്പോൾ പിതാവാം ദൈവം ഒരു നിമിഷം മുഖം തിരിച്ചു. പിതാവും പുത്രനും ഒന്നായിരുന്നു. എന്നാൽ പിതാവ് ഒരു നിമിഷം മുഖം തിരിച്ചപ്പോൾ, മൗനമായപ്പോൾ സ്വന്തം തോളിൽ തല ചായ്ച്ച് പുത്രൻകുമാരൻ മരിച്ചു. പുത്രൻകുമാരൻ മരിച്ചപ്പോൾ മനുഷ്യൻ്റെ മരണം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. യേശു മരിച്ചു, ദൈവം മരിച്ചു. എന്തിന്? ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ക്രിസ്തു മരണം ആസ്വദിച്ചു. ഒറ്റ കുത്തിനല്ല, ഗാഗുലുത്ത മുതലുള്ള കർത്താവിൻ്റെ ഗതസമന മുതൽ ഗാഗുലുത്ത വരെയുള്ള സമയങ്ങൾ മരണം ആസ്വദിച്ച കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനു മരിച്ചു? നമ്മുടെ മരണം ആസ്വദിച്ചു കൊണ്ട് മരിച്ചു. അതുകൊണ്ട് വചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ ക്രിസ്തു ശിക്ഷയേറ്റു, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നതാണ് അവിടെ പറയുക. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരായി തീരാൻ? ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. മാനവകുലത്തിൻ്റെ മുഴുവൻ പേർക്ക് വേണ്ടി മതാതീതമായി, ഒരു മതത്തിൻ്റെ ആളായിട്ടല്ല ക്രിസ്തു. സഭ ക്രിസ്തുവിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്ന് ചോദിച്ചാൽ, എളിവനായി ഞാൻ പറയും, മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് ക്രിസ്തുവിനെ പൊതിഞ്ഞു കെട്ടി മതത്തിൻ്റേതാക്കി, ക്രൈസ്തവ മതം ഉൾപ്പെടെ അതിനെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി. എന്നാൽ മാലാഖമാർ പാടുന്നൊരു സ്തുതിയുണ്ട്, അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പറഞ്ഞേ, അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകുക എന്നാണ് അവിടെ പറയുക. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരായി തീരുവാൻ? ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് എന്തു കൊടുത്തു? അധികാരം കൊടുത്തു. എല്ലാവരും പറഞ്ഞേ, എന്തായി തീരാൻ? ദൈവ മക്കളായി തീരാൻ. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഈ ദൈവ മക്കളായി തീരുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. ഇത്രയേ ഉള്ളൂ. ഞാൻ എളിവനായി ഈ ദാസൻ പവർ വിഷൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വളരെ ഇച്ചിരി പ്രായമുള്ള ഒരു സഹോദരൻ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ദൈവദാസനെ കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. എന്താണ് കാര്യം ചോദിച്ചപ്പം പറഞ്ഞു, ഒന്നുമില്ല ദൈവദാസനെ, എനിക്കൊന്ന് കരയാനും ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കരയുമൊക്കെ വേണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ നല്ല പ്രായമുള്ളൊരു പിതാവാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരുമില്ല പാസ്റ്റേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സങ്കടം, ആരും ഇല്ലെന്ന് ചോദിച്ചാൽ ഭാര്യയില്ലേ? ഭാര്യയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കാരും ഇല്ല. മക്കളുണ്ടോ? മക്കളുണ്ട്, പക്ഷേ എനിക്കാരുമില്ല. അപ്പോഴാണ് അദ്ദേഹം പറയുക, അപ്പനും അമ്മയും അടുത്തിടയ്ക്ക് മരിച്ചുപോയി, പ്രായമുള്ളവരായിരുന്നു. എന്നാലും അപ്പനും അമ്മയും മരിച്ചു പോയപ്പോഴാണ് അദ്ദേഹത്തിനൊരു ചിന്ത തോന്നി, ആരും ഇല്ലെന്നൊരു യാഥാർത്ഥ്യം. ഈ
അന്ന് എൻ്റെ വായനയിൽ എനിക്ക് കിട്ടിയൊരു വാക്കുണ്ട്, അഡൽട്ട് ഓർഫൻ. ഏത് പ്രായത്തിലും അപ്പനും അമ്മയും മരിച്ച മനുഷ്യരാരാ? അനാഥര. ഏത് പ്രായത്തിൽ? ഈ പെൺപിള്ളേരെയൊക്കെ കെട്ടിച്ച് വിട്ട് ഭർത്തൃ വീട്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചു, പിള്ളേരൊക്കെ വലുതായെങ്കിൽ പോലും അവൾ ഉടനെ ഓടി എങ്ങോട്ട് പോകും? അമ്മയുടെ അടുത്തോട്ട് പോകും. അമ്മയുടെ അടുത്തോട്ട് പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടായെന്നും അറിയത്തില്ല. എന്നാലും പിള്ളേരെല്ലാം എവിടെ പോവും? അമ്മയുടെ അടുത്ത് പോകും. അമ്മ അവിടെ നിന്ന് സാരമില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങെടുത്ത് കുറച്ച് നേരം അമ്മ എടുത്തിരിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇനിയും ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ, ഇലക്ഷന് ജയിച്ചവരൊന്നും നേരെ കിടക്കും, തോറ്റവരൊക്കെ മിക്കവരും കിടന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോണം. കാലിങ്ങനെ വലിച്ച് വെച്ച് ഇങ്ങനെ കിടക്കും, ശ്രദ്ധിച്ച് നോക്കണം. അങ്ങനെ കിടക്കത്തുള്ളൂ. നിങ്ങൾ പലപ്പോഴും ടെൻഷൻ അടിക്കുമ്പം എത്ര വലിയവനും ചുരുണ്ട് കിടക്കും. ഈ ചുരുണ്ട് കിടക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ കൂടെ നോക്കണം. രണ്ടും ഒരുപോലെ. കാരണം മനുഷ്യൻ ടെൻഷൻ അടിക്കുമ്പോൾ അറിയാതെ അമ്മയുടെ വയറ്റിൽ കയറും, അത് സത്യമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരു പരിധി വരെ അനാഥരാണെന്നുള്ളതാണ് സത്യം. അപ്പനും അമ്മയും പോയാൽ നമ്മൾ ആരാ? അനാഥര. അപ്പോൾ ഈ അനാഥരാണെന്നുള്ള ഒരു അറിവ് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ഒരു നിമിഷത്തിലെങ്കിലും ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നാത്ത ആരുമില്ല. ഉണ്ടോ? ഇല്ല. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ഭയങ്കര ശക്തി ഉണ്ടാകുക. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് അറിവിനപ്പുറത്താണ്. വിശ്വാസം കുറച്ചുകൂടെ അറിവാണ്. അറിവ് ബുദ്ധിയുടെ ഒരു അറിവാണ്. കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രശസ്തനായൊരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അതിനകത്ത് ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു സുവിശേഷകനാണ്. അപ്പം ആ ബഹുമാനായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഒരു സുവിശേഷകനാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായത്തിലെ 111 വാക്യങ്ങൾ സഹോദര എനിക്ക് മനപ്പാടെ വന്നു. എൻ്റെ കൂട്ടുകാരൻ ദൈവദാസൻ പേടിച്ചു പോയി. കാരണം 111 വാക്യം ഉണ്ടെന്ന് പുള്ളിക്ക് അന്തരമാണ് മനസ്സിലായത്. മത്തായി 5, 6, 7 ഈ ബഹുമാന്യ മനുഷ്യന് 111 വാക്യങ്ങൾ കാണാൻ അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ അറിവിനെ മാനിക്കുന്നു. എന്നാൽ എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, അറിവ് ബുദ്ധിപരമായാൽ മാത്രം പോരാ, അത് അറിവാണ്. എന്നാൽ അറിയുന്നത് വിശ്വാസമാണ്. വചനം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസിയവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനവുമാകും. അപ്പോൾ എന്താണ് ഇവിടെ കാണുക? അറിവില്ല അപ്പുറത്ത് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, അറിവിനപ്പുറത്ത് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുമ്പോൾ, ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ ആരായും മക്കളാവുമ്പോൾ ഈ ദൈവം നമുക്ക് ആരായി മാറി? പിതാവുമായി മാറി. ക്രിസ്തു ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ അറിവ് ദൈവം പിതാവാണെന്നുള്ള അറിവാണ്. ഈ പിതാവെന്നുള്ള അറിവ് ചെറിയൊരു കാര്യമായിരുന്നു. എനിക്ക് ദൈവം ഒരു അറിവായിരുന്നു. എൻ്റെ അപ്പച്ചനാണ് എനിക്ക് കർത്താവിനെ പരിചയപ്പെടുത്തി തന്നത്. എന്നാൽ ഇന്ന് എനിക്ക് ദൈവം ഒരറിവല്ല, എനിക്കതിനപ്പുറത്തൊന്നാണ്. 1000 പേർ ചുറ്റും നിന്ന് ദൈവം ഇല്ലെന്നുള്ള തെളിവ് നിർത്തിയാലും ഈ എളിവനായ ബലഹീനായ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ തെളിവ് വേണ്ട. കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്തു. ഞാൻ ഈ അടുത്തിടയ്ക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യം, പെന്തക്കോസ്തുകാരായ സഭകളിലെ വിശ്വാസികളുടെ പൊതുവെ ഒരു രീതി, ചെറിയ ചെറിയ സമൂഹങ്ങളിൽ പാസ്റ്ററും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം സുദൃഢമാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങൾ ഓരോ വിശ്വാസികളുടെയും പ്രയാസങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രയാസം ഉണ്ടായാൽ അവരാരോട് പങ്കുവയ്ക്കും? വിശ്വാസികൾക്കൊരു പ്രയാസം ഉണ്ടായാൽ അവരാരോട് പറയും? പാസ്റ്ററോട് പറയും, അല്ലേ? പാസ്റ്ററോട് പറയും. ഞാൻ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പം പിണങ്ങും. എനിക്ക് തിരുവനന്തപുരത്തെ അറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പിണങ്ങത്തില്ലെന്ന് വിശ്വസിക്കുന്നു. പിണങ്ങിയാൽ ഈ ചിലപ്പോൾ ഈ തിരുവനന്തപുരത്ത് പിണക്കമില്ല, അല്ലേ? നല്ല സഹോദരങ്ങളാണ്. പക്ഷേ സൗകര്യമാത്ര മാത്രമേ തിരിച്ചുള്ളൂ, അണ്ണന്മാരാരും ചിരിച്ചില്ല. പിണങ്ങിയാൽ ചിലപ്പോൾ ഇവരുമാർ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അങ്ങ് മിണ്ടായിരിക്കും. ആണുങ്ങൾ അത്രയും മിണ്ടായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവർ മിണ്ടായിരുന്നു, നമുക്ക് ശ്വാസം മുട്ടത്തില്ലേ? വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ മിണ്ടായിരിക്കുക 2 ആഴ്ച. ഇപ്പോൾ ഇന്ന് ഞാനൊരു പെൺകുട്ടിയെ വിളിച്ചപ്പോൾ 1.5 മാസമായിട്ട് മിണ്ടായിരിക്കുക. ഇവർക്ക് എങ്ങനെ കിടന്നുറങ്ങും? എനിക്കാണെങ്കിൽ ഒരു രാത്രി ഒക്കത്തില്ല, പിണങ്ങിയിരിക്കുക. എന്തൊരു മനുഷ്യനെ! അപ്പോൾ പിണങ്ങിയിരുന്നാൽ, പണ്ടൊരു മനുഷ്യനെ കുറിച്ചൊരു കഥ കേട്ടെ. പിണങ്ങിയിരുന്നിട്ട് എന്ത് ചെയ്താൽ ഇവിടെ മിണ്ടുന്നില്ല. ഒടുവിൽ ഇയാൾ വന്നിട്ട് എങ്ങനെ മിണ്ടാൻ നോക്കിയിട്ട് ഒരു വഴിയും കിട്ടിയില്ല. അവസാനം അയാൾ ഗതികെട്ട് സഹികെട്ടൊരു കാര്യം ചെയ്തു. കട്ടിൽ പൊക്കി കീഴെ കയറി കിടന്ന് തപ്പി, അലമാരി വലിച്ചിട്ട് ട്രോയെല്ലാം വലിച്ചിട്ട് തപ്പി, അലമാരി കിടന്ന് തുണിയെല്ലാം താഴെ ഇട്ട് തപ്പുക.
പിന്നെ മെത്തക്കടി തപ്പുന്നു, കട്ടിലിനടി തപ്പുന്നു, മേശയിട്ടോ തപ്പുന്നു. ഒടുവിൽ ഇവക്ക് ഒരു പിടിയും കിട്ടുന്നത് 1.5 മാസമായി വേണ്ടിയിട്ട്. അവൾ അവസാനം ഗതികെട്ട് സഹികെട്ട് ഉറക്കെ ചോദിച്ചു, എടോ മനുഷ്യ താൻ എന്തോ കുന്തോ തപ്പെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ചാടി തുള്ളി, നിൻ്റെ നാക്ക് തപ്പിയതാണ് കെട്ടിപ്പോയെന്ന് പറയാൻ. ഇത്രയും തപ്പിയത് അവൾക്ക് നാക്കുണ്ടോ എന്ന് തപ്പിയതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയ എന്നോട് ഒത്തിരി സഹോദരന്മാർ വന്നിട്ടുണ്ട്. പാസ്റ്ററെ 2 ആഴ്ചയായിട്ട് ഇടത്തൂട്ട മിണ്ടുന്നില്ല. പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര അഭിമാനിയാണ്, അവൾ പിണങ്ങിക്കളയും. അതുകൊണ്ട് പറയാതെ വന്ന് സൂത്രത്തിലൊന്ന് പരിഹരിച്ചേക്കണം. നമ്മൾ പോരാൻ നേരത്ത് പറയും, സഹോദര ഒരു പ്രത്യേക ആത്മനിയോഗം, ഒന്ന് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് എന്നൊക്കെ പറയുമ്പോൾ അതങ്ങ് ഇണങ്ങും. മനസ്സിലായോ? എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, പാസ്റ്ററും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? കർത്തദാസിമാർ ഇതിനകത്ത് കാണും. ഉണ്ടോ? പാസ്റ്റർമാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാം. പാസ്റ്ററും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? ഞാൻ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്, വിശ്വാസിയോട് പറഞ്ഞേക്കരുത് കേട്ടോ. വിശ്വാസിയോട് പറഞ്ഞാൽ പിന്നെ പാസ്റ്റർക്കൊരു വിലയും കാണത്തില്ല. അതുകൊണ്ട് പറയരുത്. എത്രയോ കുഞ്ഞുങ്ങളുടെ രഹസ്യങ്ങൾ എനിക്കറിയാം, എത്രയോ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ഞാൻ പോയിട്ടുണ്ട്, ജീവൻ പണയം വെച്ച് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാവുന്നൊരു സത്യം, പാസ്റ്ററുടെ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടായാൽ എന്തോ ചെയ്യും? ആരോടും പറയാൻ പാടില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അങ്ങനെ ധാരാളം വിശ്വാസികളുള്ളൊരു സഭയുടെ പാസ്റ്റർ. എന്നാലും എൻ്റെ വ്യക്തിപരമായൊരു വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, ചില രഹസ്യങ്ങളൊക്കെ ചെല്ലോട് പറഞ്ഞത് പിന്നെ എനിക്കത് പണിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു പലതും ആരോടും പറയണ്ട. അങ്ങനെ ഒരു രാത്രി എൻ്റെ ഒരു സ്വകാര്യമായ ഒരു സങ്കടത്തിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുക. വെളുപ്പിനെ 2:45 ഞാൻ ഉണർന്നിരിക്കുക. എല്ലാവരും ഉറങ്ങി, ലൈറ്റ് ഓഫ് ചെയ്ത് എൻ്റെ സെറ്റിയെ വന്ന് ഞാൻ തിണ്ണയിരിക്കുക. അന്ന് എനിക്ക് ഒരു അത്ഭുതം ഉണ്ടായി. 2:45 എൻ്റെ ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞാനിത് കൂടെ ഇപ്പം പറയുന്നുണ്ട്. ബെല്ലടിച്ചപ്പോൾ പുല്ലൂരുള്ള ഒരു സാമച്ചെന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ്, അദ്ദേഹം ഒരു പ്രവാചകനാണ്, അദ്ദേഹമാണ് ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്നാ അച്ചായ 2:45 വെളുപ്പിനെ? പുള്ളി കണ്ട് പറയുക, മോൻ്റെ കല്യാണം വിളിക്കാനാണ്. 2:45 ആരെങ്കിലും കല്യാണം വിളിക്കുമോ? അപ്പം ഞാൻ ചോദിച്ചു, അമേരിക്കയിൽ നിന്ന് വല്ലതുമാണ്? ഓ, നാട്ടിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റേ കല്യാണത്തിന് വിളിക്കാൻ വേണ്ടി പേരെഴുതി വെച്ചത് കൊണ്ട് അങ്ങ് വിളിച്ചതാണ്. പക്ഷേ അതുകൊണ്ടല്ല ഇപ്പം വിളിച്ചത്. ഞാൻ ഒരു ദർശനം കണ്ടുകൊണ്ട് ഉണർന്നതാണ്. ദേവദാസൻ ഉണർന്നിരിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആ ദർശനം ഇപ്പം പറയണമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ഏത് വിഷയത്തിന് ഉണർന്നിരുന്നു അതിനുള്ള ഉത്തരമായിരുന്നു. ഞാൻ അവിടെ ഉണർന്നിരുന്നത് ആരും അറിഞ്ഞില്ല. അറിഞ്ഞോ? ഇല്ല. ഞാൻ ചങ്കുരുകിയിരിക്കുക, മനസ്സുരുകിയിരിക്കുക. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, ഈ എളിയദാസൻ ലൈറ്റ് ഓഫ് ചെയ്ത് ലോകത്തൊരു മനുഷ്യൻ അറിയാതെ ഇരുട്ടത്തിരിക്കുമ്പോൾ എന്നെ അറിഞ്ഞ ഒരു പിതാവാം ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ 1000 ആവേശത്തോട് പറയും, ഈ ദൈവം എൻ്റെ പിതാവാണെന്ന് പറയും. എങ്ങനെയാണ് പിതാവാകുന്നത്? ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പം ദൈവം ആരായിട്ട് മാറും? പിതാവായിട്ട്. കാരണം എനിക്ക് വലിയ പ്രസംഗ പാഠമൊന്നും ഇല്ല. ഞാൻ വളരെ ലളിതമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. നാളുകളിലൊക്കെ വരുന്നത് വലിയ ദൈവദാസന്മാരാണ്. കഥാദാസിന് ഒറ്റോടത്തി അനീഷ് കാവാലം പാസ്റ്ററുണ്ട്, അല്ലേ? ജെയിംസ് പോൾ പാസ്റ്ററുണ്ട്. അവരൊക്കെ വലിയ ആഴമായിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നാലും എനിക്കങ്ങനെ വലിയ അറിവുകളൊന്നും പറയാനില്ല. പക്ഷേ ഒരറിവ് എനിക്ക് ഈ നാട്ടിനോട് പറയാനുണ്ട്, ഈ ദൈവം എൻ്റെ പിതാവാണെന്നുള്ള അറിവ് പറയാനുണ്ട്. ദൈവം ആരാണ്? പിതാവാണ്. ക്രിസ്തുവിലൂടെ ദൈവം എന്തായി? പിതാവായി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഈ ദൈവം എൻ്റെ ആരാണ്? പിതാവാണ്. രണ്ടാമത്തെ ഒരു അനുഭവം 2018 വെള്ളപ്പൊക്കം. 2018 നിങ്ങൾക്കറിയാം, സെൻട്രൽ ട്രാവൻകൂറിൽ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി. അന്ന് തിരുവനന്തപുരം ഭാഗത്ത് അന്ന് ആ പ്രാവശ്യം വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു 2018. പിന്നെ നമുക്ക് പല വെള്ളപ്പൊക്കങ്ങളുണ്ടായി. വയനാടുണ്ടായി, നിലമ്പൂരുണ്ടായി, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പാലക്കാട്, അല്ലേ? എന്നാൽ ഈ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഈ വെള്ളപ്പൊക്കം നേരത്തെ ഒരു രസമായിരുന്നു. ഞങ്ങൾ പമ്പയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവരാണ്. ഞാൻ പറയും, വെള്ളപ്പൊക്കം ഞങ്ങൾക്കൊരു രസമായിരുന്നു. കാരണം വെള്ളം പൊങ്ങുന്ന ഒരു രസമല്ലായിരുന്നു. വെള്ളം പൊങ്ങുന്നു, ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, പിണ്ടിച്ചങ്ങാട് ഇറക്കിയിടും, അവിടുത്തെ പിള്ളേരെല്ലാം കൂടെ കയറിപ്പോവും. എൻ്റെ അമ്മ വീട് വെള്ളം കയറുന്ന സ്ഥലത്താണ്. പിന്നെ ഒരു രസമാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ മോശപ്പെട്ടതായിട്ട് എന്നെ തെറ്റിദ്ധരിക്കല്ലേ, തെറ്റിദ്ധാരണ ഒന്നും ഇല്ല. എന്നാലും ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമ്പം ഞങ്ങളുടെ കരയിലെ കൊച്ചു പിള്ളേർ, ആൺപിള്ളേരെല്ലാം കൂടെ ഇങ്ങനെ ലൈനിൽ നിന്നിട്ട് മൂത്രം ഒഴിക്കുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ വക ഒരു കോൺട്രിബ്യൂഷൻ. പെട്ടെന്ന് വരട്ടെ വെള്ളം. അപ്പോൾ നമുക്ക് ഈ വെള്ളം വരുന്ന ഒരു സന്തോഷമാണ്. പക്ഷേ 2018 വെള്ളം വന്നപ്പോഴാണ് അത് രസമല്ലെന്ന് മനസ്സിലായത്. വെള്ളം ഒരു വരവായിരുന്നു. എല്ലാം ഒഴുക്കിപ്പോയി. ഞാനന്നൊരു സംഭവം ഉണ്ടായി. എൻ്റെ ഒരു സഹോദരനെ ഞാൻ വിളിച്ച് പറഞ്ഞു, വെളുപ്പിനെ 3 മണിക്ക്, അച്ഛാ വെള്ളം വരുന്നുണ്ട്, പിടിവെട്ട പോട്ട. ഈ പുള്ളി എന്നോട് പറയുകയാണേ,
95 വെള്ളപ്പൊക്കത്തിൽ വന്നില്ല, പേടിക്കണ്ട, ഇവിടെ വരത്തില്ല. ഞാൻ പറഞ്ഞു ചുമ്മാ നോക്കിയപ്പം താണ്ട് സിറ്റൗട്ടിലോട്ട് വെള്ളം കയറുക 3 മണിക്ക് എഴുന്നേറ്റപ്പോൾ. അപ്പോൾ അവിടുത്തെ ചേച്ചി വിശ്വാസത്താൽ പറഞ്ഞു, വെള്ളത്തോട് ഞാൻ കൽപ്പിക്കുന്നു, അകത്ത് കയറിയേക്കരുത്. ആര് കേൾക്കാൻ? വെള്ളം അകത്ത് കയറി. അപ്പോൾ ഇവരിതെല്ലാം കൂടെ പറക്കി വീടിൻ്റെ മേളിൽ ഈ ഷീറ്റിട്ടുണ്ട്, അകത്തെ കൊണ്ടിട്ടു. അവിടെ കൊണ്ടിട്ടിട്ട ഈ മേളത്തെ സ്റ്റെയർ കേസിൽ നിന്ന് ഈ ഷീറ്റിൻ്റെ സാധനങ്ങളെല്ലാം ഇട്ടെടുത്ത റൂഫേലോട്ട് വെള്ളം കയറുന്നായപ്പോൾ പുള്ളിക്കാരത്തി ഒരു ചോക്ക് എടുത്ത് വരച്ചിട്ട് പറഞ്ഞു, അതിരിട്ട് ഞാൻ കൽപ്പിക്കുന്നു. എവിടെ കേൾക്കാൻ? വെള്ളം കയറി എല്ലാം ഒലിക്കൊണ്ട് പോയി. അപ്പോൾ ഈ റൂഫേൽ ഇത്രയും വെള്ളത്തിൽ നിൽക്കുമ്പോൾ നാട്ടുകാർ കിടന്ന് അലച്ച് ചാടി പാടിയെന്ന് പറഞ്ഞു, നീന്തൊക്കെ അറിയാവുന്നവർ. അപ്പോൾ അവിടുന്ന് ചാടി റബ്ബറെ പിടിച്ച് പോയപ്പോൾ പുള്ളിക്കാരത്തി ഉറക്കെ പറഞ്ഞത് എല്ലാവരും കേട്ടു. എന്നാൽ കർത്താവ് തമ്പുരാനെ തോന്നിയതുപോലെ ചെയ്തോളാൻ പറഞ്ഞു. കാരണം അതായിരുന്നു വെള്ളം. ആ വെള്ളം അങ്ങെല്ലാം ഒഴുക്കിക്കൊണ്ടുപോയി. ആ വെള്ളപ്പൊക്കത്തിൽ എളിയവർക്ക് ഒരു ക്യാമ്പൊക്കെ നടത്താനിടയായി. അതൊക്കെ യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചു. അത് പിന്നെ വാർത്തയൊക്കെ ആയി. എന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ആ വെള്ളം കറഞ്ഞ് ഞങ്ങളുടെ ഹോളിൻ്റെ അടിയിലും വെള്ളം കയറി. ലോഡ് കണക്കിന് മണ്ണാണ് ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഭയങ്കര ഭീകരമായൊരു അന്തരീക്ഷം. അത് കഴിഞ്ഞിട്ട് ഒരു രാത്രി എന്നെ ഒരു ഭയം പിടിച്ചു. അതൊരു പോരാട്ടമായിരുന്നു, ഒരു പൈശാചിക പോരാട്ടമാണ്. ആ ഭയം എന്ന് പറയുന്നതിന് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഭയത്തിന് ദണ്ഡനമുണ്ട്. അങ്ങനെ വാക്യം വായിച്ചിട്ടുണ്ടോ? ഭയത്തിന് എന്തുണ്ട്? ദണ്ഡനമുണ്ട്. ഭയം ദണ്ഡിപ്പിക്കും. ഈ ഭയം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇടിപ്പ് കേൾക്കാം. നമ്മുടെ ഇതിനകത്തോട് തന്നെ നമുക്ക് പരീക്ഷയുടെയൊക്കെ തലേദിവസം കേട്ടിട്ടില്ലേ, ടിക്കോ എന്ന് കേൾക്കാം. അപ്പോൾ ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളല്ല. പൊതുവേ ഞാൻ പേടിച്ചിട്ടില്ല. എത്രയോ പ്രശ്നങ്ങൾ ഞാൻ പേടിക്കാൻ നിന്നിട്ടുണ്ട്. പക്ഷേ അന്ന് രാത്രി ഒരു ഭയം എന്നെ പിടിച്ചു. എൻ്റെ പൊന്നു പ്രിയരെ, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഹോളിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവിടെ പോയിരുന്നു. ചിലപ്പോൾ അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കൂടെ വിളിച്ചു. അദ്ദേഹം വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഹോളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോട് എനിക്ക് പേടിയാണെന്നും പറഞ്ഞില്ല, പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വെളുപ്പിന് ഒരു 3:30 ആയപ്പോൾ അദ്ദേഹം പോയി. പിന്നെ ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഒന്ന് കണ്ണടച്ച് നേരം വെളുത്തില്ല, ആളെ കഷ്ടിച്ച് തിരിച്ചറിയാവുന്നൊരു സാഹചര്യത്തിൽ എൻ്റെ ഭാര്യ വന്നെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വീട്ടിലോട്ട് വരണം, ഒരാൾ വീട്ടിൽ വന്നിന്ന് ബെല്ലടിച്ചു. നോക്കിയപ്പോൾ അച്ഛനെ കാണാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി നാൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഒരു സഹോദരൻ. ഞാൻ ചോദിച്ചു എന്താണ് വന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം, വെളുപ്പിനെ ആകുമ്പോൾ പാർശ്വ ഇവിടെ കാണും, എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് വന്നാൽ. ഈ സഹോദരൻ എൻ്റെ പെരയ്ക്കകത്ത് കയറിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു കേട്ടോ. എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ കാര്യം? വീണ്ടും ചോദിച്ചു, പേടിച്ചോ? ഞാൻ പറഞ്ഞു, പേടിച്ചു. 2 മണിയായപ്പം കർത്താവിനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, റാന്നിയിലെ പ്രിൻസ് മാഷ് പേടിച്ചിരിക്കുന്നു, നീ എന്നിട്ട് പറയണം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയണം. അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, ഭയത്തിൻ്റെ ദുഷ്ടശക്തി എന്നെ വിട്ട് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ ആ ഭയപ്പെട്ട് കിടന്നത് ലോകത്തൊരു മനുഷ്യനോട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അസ്വസ്ഥത തോന്നിയ രാത്രി. ഇന്നെനിക്ക് ഭയങ്കര ഉറപ്പുണ്ട്, ഞാൻ ഭയപ്പെട്ടാൽ എൻ്റെ കണ്ണ് നനഞ്ഞാൽ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരർത്ഥം. ആ ദൈവത്തെ ഞാൻ 1000 നാവോടെ വിളിക്കും. ഈ ദൈവം എൻ്റെ പിതാവാണെന്ന് വിളിക്കും. ഇന്ന് രാത്രി ഈ പിതാവായിട്ട് എങ്ങനെ ദൈവത്തെ മാറാം? ഒറ്റ വഴി, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ മതി. ഗാത്രത്തിലിരിക്കുന്ന ദേവൻ, ആ ദേവനെ അറിയാതെ ക്ഷേത്രത്തിന് വലം വെക്കരുതെന്ന് മലയാളത്തിലെ പഴമക്കാർ പാടാറുണ്ട്. എന്താ അർത്ഥം? ഗാത്രമെന്ന് പറയുന്നത് എന്താണ്? ശരീരമാണ്. ശരീരത്തിലാണ് ദൈവം വസിക്കുക. ദൈവം വസിക്കുന്ന ശരീരമാണ് ഏറ്റവും വിശുദ്ധമായത്. ആ വിശുദ്ധമായ ശരീരത്തിലാണ് ദൈവം വസിക്കുക. മനുഷ്യനാണ് ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ ക്ഷേത്രം, ദൈവം പണിത, തൻ്റെ സ്വന്തം കൈകൊണ്ട് പണിഞ്ഞ ദൈവത്തിൻ്റെ ആലയം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവേ, എനിക്ക് അങ്ങയുമായിട്ടൊരു ബന്ധം. ഈ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്ത്യാനിറ്റി ഒരു ബന്ധമാണ്. ആരുമായിട്ടുള്ള ബന്ധം? ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെയെങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരായി തീരാം? ദൈവ മക്കളായിത്തീരും. മക്കളെ, ഈ ദൈവ മക്കളായി തീർന്ന ഒരു ഗുണമുണ്ട്. വചനം പറയുന്നു, നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന ആരുണ്ട്? പിതാവുണ്ട്. വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് അറിയുന്ന ആരുണ്ട്? പിതാവുണ്ട്. എല്ലാവരും ആ വാക്യം ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന ആരുണ്ട്? പിതാവുണ്ട്. ഒന്നുകൂടെ പറയാമോ? നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന ഒരു പിതാവുണ്ട്. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഞങ്ങൾ ഈ പാസ്റ്റർമാർക്കൊക്കെ ഞങ്ങളുടെ പിന്നെ എന്താണ്, ഞങ്ങളിങ്ങനെ പുറത്ത് ഓടി നടക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പല കാര്യങ്ങളും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ നോക്കാതൊക്കെ പോവും. 1000 പേരുടെ കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വട്ടം ഞാൻ ഈ തിരുവനന്തപുരം ഭാഗത്ത് പ്രിയരെ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോകുക. ഞാൻ വലിയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, പക്ഷേ ഈ ദൈവം എനിക്ക് പിതാവാണെന്നുള്ള അറിവ് പറയുക. ഞാനങ്ങനെ തിരിച്ചു പോകുമ്പോൾ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അപ്പം വൈകുന്നേരം 4 മണിയായി, 4:30 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
അദ്ദേഹം പറഞ്ഞു, ഞാൻ റാന്നിക്ക് വരുന്നുണ്ട്, വീട്ടിൽ കയറാൻ സമയമില്ല, ആരെയെങ്കിലും ടൗണിലോട്ടൊന്ന് വിടണം. ഞാൻ ചോദിച്ചു എന്തിനാണ്? നിങ്ങൾക്കൊരു സാധനം ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഈ പ്രോൺസാണ്. പ്രോൺസ് അറിയത്തില്ലേ? ചെമ്മീൻ, കൊഞ്ച് അല്ലേ, കൊഞ്ചാണ്. അപ്പം പ്രോൺസ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അത് തരാൻ വേണ്ടിയാണ്, വീട്ടിൽ കയറാൻ സമയമില്ലതോ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഇന്നാര് കുറച്ച് പ്രോൺസുമായിട്ട് വരുന്നുണ്ട്, ആരെങ്കിലും ടൗണിലോട്ട് വിടണമെന്ന് പറഞ്ഞു. അപ്പം മണി 4:30 പ്രോൺസുമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ വിതുമ്പുന്നു. എടാ, പ്രോൺസുമായിട്ട് ഒരാൾ വന്ന് പറയുമ്പോൾ എന്തിനാ വിതുമ്പുന്നേ? ഞാൻ ചോദിച്ചു എന്തോ പറ്റി? അല്ല, കർത്താവ് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചു എന്തോ പറ്റി? 4 മണിയായപ്പോൾ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന് ആ ബായി അങ്ങോട്ട് താത്ത് വെച്ചിട്ട് അമ്മയോട് പറഞ്ഞ, അമ്മ, ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരി പെങ്കൊച്ച് ഇന്ന് പ്രോൺസ് ബിരിയാണി വെച്ചുകൊണ്ട് അവിടെ അമ്മ കൊടുത്തു വിട്ടു, കൊഞ്ച് ബിരിയാണി. ഞങ്ങൾക്കെല്ലാം ഇച്ചിരി തന്നു, നല്ല രുചിയായിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ഇച്ചിരി കൊഞ്ച് ബിരിയാണി വെച്ച് തരാമോ എന്ന് ചോദിച്ചു. എടുത്ത വായിലൊരു കൊട്ടേഷൻ അടിച്ചു. ഈ വീട്ടിൽ ഇതൊന്നും നടക്കത്തില്ലെന്നറിയാം, ഇന്നൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ അത് അമ്മയ്ക്കിട്ടൊരു തള്ളാണ്. ഈ അമ്മയ്ക്കിട്ട് പിള്ളേർ തള്ളുമല്ലോ, തള്ളതാണ്. അറിയത് നടക്കത്തില്ലെന്നറിയാം, പിന്നെ പറഞ്ഞെന്നേ ഉള്ളേ. ഇത് പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല. അപ്പോഴാണ് ഒരു സൗരം പറയുന്നു, കൊഞ്ചുമായിട്ട് പ്രോൺസുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എവിടുന്നാണ് മേടിച്ചത്? അദ്ദേഹം പറഞ്ഞ് ഈ ആലപ്പുഴ വഴി വന്നപ്പോഴെങ്ങാണ്ട് മേടിച്ച ഉച്ചയ്ക്ക്. എനിക്ക് അത്ഭുതമായി. എന്നാ കാര്യം? കൊച്ചാഗ്രഹിച്ചു വീട്ടിൽ ചെന്ന് പറയണമെന്ന്. ഞാനൊരു ഉപദേശിയുടെ കുഞ്ഞ് ആഗ്രഹിച്ചു, പക്ഷെ പറഞ്ഞോ ഇല്ല. പറയുന്നതിന് മുമ്പ് ഒരാൾ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ കുഞ്ഞിനെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, മുഖ്യമന്ത്രിയുടെ മക്കളാണ്, ചോദിച്ചാൽ കിട്ടും. ഡോക്ടറുടെ മക്കളാണെങ്കിൽ ഒന്ന് മിണ്ടിയാൽ മതി, കിട്ടും. പക്ഷെ പറയാതെ തരുന്ന ഒരപ്പൻ്റെ മക്കളുണ്ട്. അതാണ് മക്കളെ ഈ അപ്പൻ്റെ പ്രത്യേകത. എനിക്ക് 1000 നാവോടെ പറയാനുണ്ട്, ഈ ദൈവം എൻ്റെ പിതാവാണെന്ന് പറയാനുണ്ട്. കര ഉയർത്തി ഇന്ന് രാത്രി എത്ര പേര്? അത് ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്താണ് കേട്ടോ. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം. ഈ കോവിലുള്ള ദേശമേ, നമുക്കൊരു പിതാവുണ്ടെന്നുള്ള അറിവ്. നീ ഞാനും അനാഥനല്ല, നീ ഞാനും ആരല്ല, അനാഥനല്ല. ദൈവം നമുക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ള അറിവ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരായിത്തീരാം? ദൈവ മക്കളായിത്തീരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അറിവ് തുടരുകയാണ്. ആ അറിവ് എന്നെ മനസ്സിലാക്കിയ മറ്റൊരു സത്യമുണ്ട്. ഒരു 10 വർഷം മുമ്പ്, കോവിഡിനൊക്കെ മുമ്പ്, ഈ എളിയദാസൻ ശുശ്രൂഷ തുടങ്ങുന്ന സമയം, അന്നെനിക്ക് പെരുമ്പാവൂരടുത്ത് ഒരു കൺവെൻഷന് പ്രസംഗിക്കണം. കൺവെൻഷൻ അല്ലാതെ ഒരു മ്യൂസിക് ഈവനിങ് ആണ്. അപ്പോൾ ഈ ഭയങ്കര സിസ്റ്റമാണ്. ഇതുപോലൊക്കെയുള്ള വലിയ സിസ്റ്റങ്ങളൊക്കെ വെച്ച്, ഭയങ്കര LED വോളൊക്കെ വെച്ച് വലിയ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അവിടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മ്യൂസിക്കാണ്. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ സമയത്ത് അവിടെ യോഗം നടക്കുമ്പോൾ ഞാൻ ഈ യോഗത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമാണ് യോഗം. ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു കാര്യമുണ്ടായേ, എന്നെ ശ്രദ്ധിച്ചേ. ഞാൻ അവിടോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ഞായറാഴ്ച യോഗം കഴിഞ്ഞുള്ള ഒരു സമയമാണ്. അപ്പം ഞാൻ അവിടുന്ന് 5 മണിക്ക് എനിക്ക് അങ്ങ് പെരുമ്പാവൂർ ചെല്ലണം. പക്ഷേ ഇറങ്ങാനായിട്ട് ലേറ്റായി. ഞാൻ ഇറങ്ങി വരികയാണ്. വരുമ്പോൾ എൻ്റെ കുഞ്ഞ്, അന്നൊരു സംഭവം ഉണ്ടായി. നിങ്ങളെന്നെ ശ്രദ്ധിച്ചേ, തലേദിവസം ഒരു റോഡിൽ കൂടെ ഒരു മാനസിക രോഗിയായ ഒരു സഹോദരി ഒരു കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. ആ സഹോദരിയുടെ കയ്യിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി, കൊച്ചൊരു പെൺകുട്ടി. അവരുടെ മനസ്സിൻ്റെ താളം തെറ്റിയതാണ്. അപ്പന് തികഞ്ഞ മദ്യപാനമാണ്, ബോധമില്ലാതെ 4 കാലം നടക്കുക. അപ്പോൾ ഈ 4 കാലം നിൽക്കുന്ന ഒരു അപ്പനും മനസ്സിൻ്റെ താളം തെറ്റിയ ഒരു അമ്മയും ഒരു കുഞ്ഞുമായിട്ട്, കുഞ്ഞെന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള അഴകുള്ള ഒരു കുഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം. ഞങ്ങൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് പോലീസിനെയൊക്കെ വിളിച്ച് ഇവരെയൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ സഹോദരിയെ കൊണ്ട് മെൻ്റൽ വാർഡിലാക്കി. കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലുണ്ട്, കുഞ്ഞ്, ഒരു മിടുക്കിയൊരു കുഞ്ഞ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയില്ലല്ലോ, അപ്പനും ഇല്ല. അപ്പം ഞാൻ യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഈ കൊച്ചു ഭയങ്കര കരച്ചിലാണ്. എൻ്റെ മോള് ഈ കുഞ്ഞിനെ എടുത്ത് വെച്ച് എങ്ങനെയെങ്കിലും കരച്ചിൽ നിർത്താൻ നോക്കുക. എന്ത് ചെയ്താൽ കരച്ചിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ധൃതി വെച്ച് പോയപ്പോൾ എൻ്റെ മോളുണ്ട് പറഞ്ഞു, അപ്പം ഫോൺ ഇങ്ങോട്ട് ഇന്നേ, ഞാൻ ഇപ്പം കരച്ചിൽ നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ മേടിച്ച് കൊച്ച്. എന്നിട്ട് അവളൊരു പാട്ടിട്ട്. ആ പാട്ട് ഇതായിരുന്നു, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, എൻ്റെ അച്ചായൻ കട്ടുകൊണ്ട് പോയി, എൻ്റെ അച്ചായൻ്റെ ബ്രാൻഡി കുപ്പി, എൻ്റെ അമ്മ കുടിച്ച് തീർത്തുകൊണ്ട് പാട്ട്. ഏതായാലും ആ പാട്ട് ഇട്ടപ്പം കൊച്ചിൻ്റെ കാര്യത്തിൽ നിന്ന് സത്യമായിട്ട് ഞാൻ അന്ന് ആ പാട്ട് ആദ്യമായിട്ട് കേൾക്കുക. പാട്ട് നേരത്തെ ഉണ്ടായിരിക്കാം, ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കുക. ഏതായാലും കൊച്ചിൻ്റെ കരച്ചിൽ നിന്ന് ഞാൻ പോയ വഴിക്ക് വേറൊരു പാട്ട് കേട്ടു. അതൊരു റോഡ് സൈഡിലാണ്. അമ്മായി പൊന്നമ്മായി, മരുമോൻ്റെ കൊച്ചമ്മായി, കച്ചവടം പൊട്ടിയപ്പം വട്ടായിപ്പോയി എന്നുള്ളൊരു പാട്ട് കേട്ടു.
അപ്പോൾ ഈ 2 പാട്ട് കേട്ടിട്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര പാട്ട് നടക്കുക. അപ്പം ഞാൻ ഇടയ്ക്ക് പ്രസംഗിക്കണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എന്നെ പ്രസംഗിക്കാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ നിൽക്കുമ്പോൾ അക്രൈസ്തരായ നാനാജാതി മതസ്ഥരായ ഇസ്ലാം സഹോദരങ്ങളുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, മറ്റ് പല സമുദായസ്ഥരായ സഹോദരങ്ങളുണ്ട്. ഭയങ്കര ഒരു ക്രൗഡ് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം പ്രിൻസ് മാഷ് പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോകും. അപ്പം ഞാനൊരു പാട്ടിന് ഇൻട്രോ പറഞ്ഞോളാം. അങ്ങനെ ഞാൻ പതുക്കെ കയറിയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ വന്ന വഴിക്ക് ഒരു പാട്ട് കേട്ടു, അമ്മയുടെ ജിമിക്ക് കമ്മൻ. എനിക്ക് അതിനകത്ത് വിരോധമുണ്ട്. കാരണം മദ്യപിച്ച അച്ഛന്മാരുടെ സകല സങ്കടങ്ങളും ചുമന്നത് ആരാ? അമ്മമാരാ, അല്ലേ? അമ്മമാരാണ് ഈ കൊച്ചുങ്ങളെ കൊണ്ട് മദ്യപനായ അപ്പൻ്റെ സകല സങ്കടവും സഹിച്ചത്. അതുകൊണ്ട് അമ്മ കുടിച്ചു എന്നും പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് പിന്നെ സെക്കുലർ രോഗം എടുത്തിട്ടു ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടായാൽ. പിന്നെ രണ്ടാമതൊരു പാട്ട്, കച്ചവടം പൊട്ടിയപ്പം വട്ടായി പോയെന്ന്. തന്നെ എല്ലാത്തിനും ഇച്ചിരി ഇച്ചിരി വട്ട. അതിൻ്റെ കൂടെ വട്ടുകൂടെ പറഞ്ഞാലോ, എല്ലാത്തിനും ഒരു ഇച്ചിരി വട്ടില്ലേ? ശകലം വട്ട്. നമുക്ക് ഈ ആൻസൈറ്റി ഒക്കെ തോന്നുന്നതിൻ്റെ ഒക്കെ പിന്നിൽ എന്താണ്? ചെറിയ നട്ടാണ്, ചെറിയ ലൂസ് എന്നൊക്കെ പറയത്തില്ലേ? അപ്പം ശകലം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായെന്നേ, ഇഷ്ടം പോലെ കോളാണ്, പ്രയർ കോള് വന്ന് ഫോൺ ചുമ്മാ ഇരിക്കുമ്പോഴും ഞാനിങ്ങനെ ബെല്ലടിക്കുക, കേൾക്കുക. അപ്പം ഞാൻ ഹലോ എന്ന് വെക്കുമ്പോഴാണ് അറിയുന്നത് ഫോണും ഇല്ല, ബെല്ലും ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ഡോക്ടറെ കണ്ടപ്പം പറഞ്ഞു, ഫുള്ളി വട്ടായിട്ടില്ല, ബട്ട് ഓൺ ദ വേ ടു വട്ടാകാൻ സാധ്യത. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്തെടുക്കാം, മൊബൈലിൻ്റെ അഡിക്ഷനാണ്, ഓഫ് ചെയ്തിടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് താല്പര്യം, വട്ടല്ലാതെ തന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കുക. അപ്പം പിന്നെ വട്ടായിപ്പോയെന്നിവിടെ പാടിയ വട്ടായിപ്പോവും. പക്ഷേ ഇന്നിവിടെ പാടാൻ പോകുന്നത് ആ പാട്ടൊന്നും അല്ല. പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാൻ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്ര വിധവയുടെ കാന്തൻ സാധുവിനപ്പം. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ചന്ദനക്കൂറി തൊട്ട സഹോദരന്മാർ എൻ്റെ കയ്യെ പിടിച്ചിട്ട് കണ്ണീരോടെ പറഞ്ഞു, ജീവിതത്തിനൊരു കുളിർമ കിട്ടി, ഒരു ദൈവം പിതാവായിട്ടുണ്ടെന്നുള്ള അറിവ്. നിസ്കാരത്തഴമ്പുള്ള സഹോദരങ്ങൾ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഹൃദയത്തിൽ എവിടെയൊന്ന് തൊട്ടു, ഒരു സാന്ത്വനം, ഒരു തണുപ്പ്, ദൈവം പിതാവായിട്ടുണ്ടെന്നുള്ള അറിവ്. ഏറ്റവും വലിയ അറിവ് ഈ ദൈവം നമുക്ക് പിതാവായിട്ടുണ്ടെന്നുള്ള അറിവ്. എങ്ങനെ ഈ ദൈവം പിതാവാകും? കാൺമീൻ നാം ദൈവമക്കളെന്ന്. നമുക്ക് വേണ്ടി ജഡാവതാരമെടുത്ത ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുമ്പോൾ ഈ ദൈവം നമ്മുടെ പിതാവായിട്ട് മാറും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കരമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. എന്നിട്ട് നെഞ്ചത്തോട്ട് കൈവച്ചിട്ടൊന്ന് പറഞ്ഞേ, നെഞ്ചത്തോട്ട് കൈവച്ചിട്ടൊന്ന് വിളിച്ചേ, അപ്പാന്ന് വിളിച്ച്. അപ്പാന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. വെറും വിളിയല്ല മക്കളെ, പേര് ചൊല്ലി വിളിക്കും. എൻ്റെ അടുക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തകർന്ന് കിടന്ന, മുറിഞ്ഞു കിടന്ന രാത്രികളിൽ എൻ്റെ അടുത്ത് വന്നൊരു കർത്താവിനെ എനിക്കറിയാം. പേര് ചൊല്ലി വിളിക്കും, തണുപ്പിക്കും. പൊന്നുമക്കളെ, ഈ ദൈവം പിതാവാണ്. അപ്പാന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും അപ്പാന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഏത് മനുഷ്യനും കൊടുക്കുന്ന ഏറ്റവും വലിയ അറിവ് ദൈവം പിതാവ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണക്കൊഴുപ്പിലായി യോഗം നടത്തുന്നത്? ഈ സഹോദരന്മാരെ എല്ലാവർക്കും അറിയാം. പണക്കൊഴുപ്പിലാണ് യോഗം നടത്തുക, വിദേശ ഫണ്ട് കൊണ്ടാണ് യോഗം നടത്തുക. ഒന്നുമല്ല. പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് യോഗം നടത്തുക? ഒറ്റ കാര്യമാണ്, ഞങ്ങൾക്കൊരപ്പനുണ്ട്. അപ്പനെ പറയാൻ കൊള്ളാവുന്നൊരപ്പനാണ്. അപ്പനെ പരിചയപ്പെടുത്താൻ നോക്കുന്നൊരപ്പനാണ്. അപ്പം മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ എൻ്റെ പിതാവ് ഇന്നതാണെന്ന്? അതിലൊക്കെ എന്താ അഭിമാനത്തോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, ഈ ദൈവം ഞങ്ങളുടെ പിതാവാണെന്ന്. അങ്ങനെ എല്ലാ കരമുയർത്തി നമ്മളൊന്ന് ദൈവത്തെ, അപ്പനെ ഒന്ന് സ്തുതിക്കുമ്പോൾ മക്കൾ വന്ന് പാട്ട് പാടും. പിതാവില്ലാത്തവർക്ക് നല്ലൊരു അറിയത്തില്ലേ? അറിയാം മോനെ, ഒന്ന് വായിക്കാം. മോൻ്റെ ഫ്ലൂട്ട് വായിച്ചു. ആ വായിക്കുന്ന സമയത്ത് ശാന്തമായി ദൈവത്തെ അപ്പാന്ന് വിളിക്കണം. ആരുടെ അന്തരീക്ഷം പോകരുത്. കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയുക, ഈ ദൈവം അപ്പയാണെങ്കിൽ, എനിക്കൊത്തിരി മക്കളെ അറിയാം കേട്ടോ. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണേ. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുക്കളുള്ള ഒരാളായിരുന്നു കെനിയക്കാരൻ്റെ ഫെലിക്സ് കെനിയക്കാരാണ്. കെനിയ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കെനിയനാണ്, ആഫ്രിക്കനാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യ വന്ന് പഠിച്ചു, മാസ്റ്റേഴ്സ് എടുത്തു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിലായി. പുള്ളി നല്ല ശക്തനായ സുവിശേഷകനാണ്, അതിശക്തമായി പ്രസംഗിക്കും, ഭയങ്കര അഭിഷേകമാണ്. ഞാൻ അദ്ദേഹത്തിന് പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം പഠിച്ചു, അറിയപ്പെടുന്നൊരു സുവിശേഷ പ്രഭാഷകനായി, വിവാഹം കഴിച്ചു.
അദ്ദേഹത്തിൻ്റെ പേര് പലപ്പോഴും ഞാൻ ട്രാൻസ്ലേഷൻ നിന്നു. ഒരു വട്ടം അദ്ദേഹം പ്രസംഗിക്കുന്നു, ഞാൻ പരിഭാഷപ്പെടുത്തുന്നു. എനിക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടായി. അദ്ദേഹം അതിനിടയ്ക്ക് തൻ്റെ ജീവിതകഥ പറഞ്ഞു. വളരെ ശാന്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എനിക്കത് പരിഭാഷപ്പെടുത്താൻ എൻ്റെ കണ്ടങ്ങൾക്ക് ശക്തിയില്ലാതെ പോയി. അദ്ദേഹം പറയുകയാണ്, നിങ്ങളെന്നെ വലിയൊരു അഭിഷക്ത ദൈവദാസനായിട്ടും വലിയൊരു പ്രഭാഷകനായിട്ടൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ ആദരവാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. പക്ഷെ ഞാനതൊന്നും അല്ല. അപ്പൻ ആരാന്നറിയാതെ ജനിച്ച ഒരു ജന്മമാണ്. അമ്മയുടെ വയറ്റിൽ ഏതോ ഇരുട്ടത്ത് ആരോ കൊടുത്ത ഒരു സമ്മാനമാണ് ഈ ജീവിതം. അങ്ങനെ അപ്പനെ അറിയാതെ വളർത്തി. അതുകൊണ്ട് അപ്പൻ ആരാന്ന് കണ്ടിട്ടില്ല. അമ്മയും അമ്മയുടെ സഹോദരിമാരും കൂടെ എന്നെ വളർത്തി. അതുകൊണ്ട് പലപ്പോഴും സ്കൂളിൽ ഫീസ് അടയ്ക്കാഞ്ഞുകൊണ്ട് പുറത്തിറക്കി നിർത്തി. കീറിയ നിക്കറിട്ടുകൊണ്ട് പോകുമ്പം കൂട്ടുകാർ അതിൻ്റെ ദ്വാരത്തെ കൈയിട്ട് കളിയാക്കി. സങ്കടത്തോടെ ഞാൻ വളർന്നു. 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പം ഈ യേശുവിനെ ഹൃദയം കൊണ്ട് കൊടുത്തു. ദൈവം എനിക്ക് പിതാവായി. അന്ന് താനൊരു തീരുമാനമെടുത്തു, ഇനി ഒരു കാര്യം അമ്മയെ ബുദ്ധിമുട്ടിക്കത്തില്ല. എല്ലാം കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി. കർത്താവ് എല്ലാം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിൽ വന്ന് പഠിച്ചു, വലുതായി, വിവാഹം കഴിച്ചു. ഒരു ദിവസം അദ്ദേഹം തനിക്ക് ജന്മം കൊടുത്ത അപ്പനെ നേരിട്ട് കണ്ടു. ഒരു മുട്ടായി മേടിച്ചു കൊടുക്കാത്ത, ഒരു പ്രാവശ്യത്തെ ഫീസ് അടയ്ക്കാത്ത, ഒരു വട്ടം സ്കൂളിൽ PTA മീറ്റിങ്ങിന് വരാത്ത അപ്പനെ നേരിട്ട് കണ്ടു. അപ്പൻ അന്നേരത്തേന് ബലഹീനായി. ഈ മോനെ കണ്ടപ്പോൾ ബലഹീനായി അപ്പം പേടിച്ച് നിൽക്കുക. പക്ഷേ ഈ മോനെ അപ്പനെ അടിച്ചില്ല. ഈ മോനെ അപ്പനെ ഒന്നും പറഞ്ഞില്ല. ഫെലിക്സ് അപ്പനെ കെട്ടിപ്പിടിച്ച് അടുത്തുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി. ഏറ്റവും നല്ല ഫുഡ് മേടിച്ചു കൊടുത്തു. ഫെലിക്സ് അപ്പനെ വിളിച്ചുകൊണ്ട് ഏറ്റവും നല്ല ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുപോയി ഏറ്റവും ബ്രാൻഡ് പാൻറ്റും ഷർട്ടും മേടിച്ചു കൊടുത്തു. അപ്പം ചോദിച്ചു, എന്നെ നീ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? നീ എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? നിനക്കെന്നെ അടിക്കത്തില്ലേ? നീ എന്തായി ചെയ്യുന്നേ? ഫെലിക്സ് അപ്പനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, അപ്പൻ എന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടിരുന്നെങ്കിൽ, അപ്പൻ എൻ്റെ ഫീസ് അടച്ചിരുന്നെങ്കിൽ, അപ്പൻ എന്നെ ഭക്ഷണം തന്ന് എന്നെ കൊണ്ട് നടന്നിരുന്നെങ്കിൽ എനിക്കൊരു കാര്യം മിസ്സായി. എന്നെ ഈ അപ്പനെ ഇത്രയും അറിയാനൊക്കത്തില്ലായിരുന്നു. പക്ഷെ അപ്പനെല്ലാം നിഷാദിച്ചത് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. എൻ്റെ അപ്പൻ എല്ലാമായ ദൈവമായിട്ട് മാറി. അതുകൊണ്ട് എനിക്ക് അപ്പനോട് പിണക്കില്ല. അങ്ങനെയെങ്കിൽ ഈ ദൈവം എൻ്റെ പിതാവാണെന്നുള്ള അറിവിൽ രാത്രി കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച്, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ഈ ദൈവം എൻ്റെ അപ്പായാണ്, ഈ ദൈവം എൻ്റെ അപ്പായാണ്, ഈ ദൈവം എൻ്റെ അപ്പായാണ്. പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതൻ, പറ്റമ്മയെ കവിഞ്ഞാദ്രവാൻ, വിധവയുടെ കാന്തൻ, സാധുവിൻ്റെ അപ്പം, ഈ ദൈവം എൻ്റെ പിതാവാ. കോവിലകം ദേശമേ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, ഇങ്ങനെയൊരു അപ്പായുണ്ടെന്നുള്ള അറിവാണ്. ആർക്കും ആ അപ്പൻ്റെ മക്കളാകാം. ഒറ്റ വഴി, മതം മാറണ്ട, ജാതി മാറണ്ട, വിശ്വാസം അതെന്തു ആയിക്കോട്ടെ. പലത് പരീക്ഷിച്ച് പരാജയപ്പെട്ടവരായിരിക്കാം. ദൈവമേ, ഈ ഉപദേശം പറയുന്ന സത്യമാണെങ്കിൽ എനിക്ക് അങ്ങയുടെ കുഞ്ഞായി മാറണം. ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഹൃദയ കവാടം തുറന്നത് കർത്താവിന് വേണ്ടി കൊടുത്താൽ ഈ ദൈവം നമ്മുടെ ഹൃദയത്തെ വാഴും. ദൈവം നമ്മുടെ പിതാവായി മാറും. പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും, പെറ്റമ്മയെ കവിഞ്ഞോദ്രവാനും, വിധവിയുടെ കാന്തനും, സാധുവിൻ്റെ അപ്പവും. കരങ്ങളെല്ലാം ഉയർത്തി അപ്പാന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നു, ചില കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവുമായിട്ട് ഭയങ്കര ഒരു ബന്ധം വരും. കർത്താവ് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളുടെ അടുത്ത് വരും. കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം വരുത്തുന്ന, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ദൈവം പറയുന്നു, എനിക്ക് നിന്നെ സ്നേഹമാ, ഞാൻ നിൻ്റെ പിതാവാ, ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്, ഞാൻ നിനക്ക് വേണ്ടിയാണ് പങ്കപ്പാട്ടെടുത്തത്. നിൻ്റെ ഹൃദയത്തെ എനിക്കൊരിടം തരുമോ? നിൻ്റെ ഹൃദയത്തെ എനിക്കൊരിടം തരുമോ? നിൻ്റെ ഹൃദയത്തെ എനിക്കൊരിടം തരുമോ? ഈ ദൈവം മനുഷ്യനായി, ഈ ദൈവം മനുഷ്യനായി, ഈ ദൈവം നമ്മുടെ പിതാവ്. സ്തോത്രകാഴ്ച അർപ്പിക്കുന്നു.
ഈ ദൈവം പിതാവായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നു, അവിടുത്തെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകും. യോഹന്നാൻ പറയുകയാണ്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. അപ്പോൾ എങ്ങനെയാണ് കർത്താവിനെ കൈക്കൊള്ളുക? അതിന് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ലളിതമായ ഒരു കഥ പറയാം. ക്രിസ്മസ് കാലഘട്ടത്തിൽ കേട്ട ഒരു കഥ ഇത്രയേ ഉള്ളൂ. ക്രിസ്മസ് നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ സമയമാണല്ലോ. എല്ലാ വിഭാഗിതികളും മറന്ന് കരോളും സന്തോഷവും ക്രിസ്മസ് ട്രീകളും ക്രിസ്മസ് സ്റ്റാറുകളും ക്രിസ്മസ് കേക്കുകളും ഒക്കെ ആയിട്ട് ട്രീയും കേക്കും കാർഡും കരോളും ഒക്കെയുള്ള ക്രിസ്മസ്. പാശ്ചാത്യമായ ഒരു നാട്ടിൽ വലിയൊരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയോട് ചേർന്ന് ഒരു പള്ളിക്കൂടമുണ്ട്. അപ്പോൾ ഈ പള്ളിക്കൂടത്തിലെ എല്ലാ ക്ലാസ്സുകാരും ക്രിസ്മസിൻ്റെ കരോളിന് ഒരു ഐറ്റം വെച്ച് ചെയ്യണമെന്ന് പള്ളി കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെ പള്ളി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അവിടുത്തെ ക്ലാസ്സുകാർക്ക് ഓരോ പ്രോഗ്രാം നടത്തണമെന്ന് കൊടുത്തു. അതിനകത്ത് 8ാം ക്ലാസ്സുകാർക്ക് കൊടുത്തത് അവർ തിരുപ്പിറവി നാടകമാക്കണം. എന്താണ് തിരുപ്പിറവി നാടകമാക്കണം? അങ്ങനെ തിരുപ്പിറവി നാടകമാക്കാൻ വേണ്ടി അവർ നാടകത്തിന് സ്ക്രിപ്റ്റ് എഴുതി നാടകം പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ആ ക്ലാസ്സുകാർ നാടകത്തിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ലാസ്സിൽ അവർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ആ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് വാലസ് എന്നാണ്. വാലസ് ഭയങ്കര സ്ലോയാണ്. ഇന്ന് നമ്മൾ ഒരു പക്ഷേ പലർക്കും അറിവുള്ളൊരു കാര്യമുണ്ട്, മക്കളെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. മിടുക്കരായ മക്കളാണ് ചിലർ പഠന വൈകല്യങ്ങളൊക്കെ ഉള്ള സ്ലോ ആയിട്ടുള്ള മക്കളാണ്. ഇനി വേറൊരു കാറ്റഗറിയെ ഇപ്പോൾ എപ്പോഴും പറയുന്നുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കളാണ്. കേട്ടുണ്ടോ? ഹൈപ്പർ ആക്ടിവിറ്റി എന്താണ്? ഇച്ചിരി ഓട്ടമൊക്കെയാണ്, ചാട്ടവും ബഹളവും ഒക്കെ ഉള്ള പിള്ളേരെ എന്താ വിളിക്കുന്നത്? ഹൈപ്പർ ആക്ടിവിറ്റി. ഇപ്പോഴാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ വിളിക്കുന്നത്. പണ്ട് വിളിക്കുന്നത് ഈ കുരുത്തക്കേടാണ്. ഇവിടെ എന്തോ വിളിക്കുന്നിടത്ത് ഞങ്ങളുടെ അവിടെ പറയും ഇച്ചിരി മെന കൂടുതലാണ്, കുരുത്തക്കേട് കൂടുതലാണ്. അവരെ കൗൺസിൽ ചെയ്താൽ എന്താണെന്നറിയാം? അടിയോട് അടിയായിരുന്നു. അച്ചായനടിച്ചു, ട്യൂഷൻ ടീച്ചർ അടിച്ചു, സ്കൂളിൽ അടിച്ചു. ഈ എന്തടിയാണ് കിട്ടിയ ആ പിള്ളേർക്ക്? കാരണം കൊച്ചിച്ചിരി മെനയായിരുന്നു. അവരെല്ലാം ശരിയായില്ലേ? ഇപ്പോൾ എല്ലാം ശരിയായി അല്ലേ? ഞാൻ സാറിന് പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന മക്കളെ ഇപ്പോൾ ഒന്നും ഇല്ല. ഫുൾ സൈക്കിൾ പഠിപ്പിക്കായിരുന്നു. ആൺപിള്ളേർക്കായിരുന്നു ഫുൾ സൈക്കിൾ പഠിക്കാൻ കിട്ടുന്നത്. എവിടെയെന്നറിയാമോ? ഈ തുടയ്ക്ക് പിച്ചുമ്പോഴാണ് നമ്മൾ ഈ ഫുൾ സൈക്കിൾ പഠിക്കുന്നത്. തുടയ്ക്ക് ഇങ്ങനെ പിച്ച് കിട്ടുമ്പോൾ കണക്ക് സാറുമാരൊക്കെ പിടിച്ച് ആൺപിള്ളേരുടെ തുടയെ പിച്ചു. ഇപ്പോൾ ഇങ്ങനെ ഫുൾ സൈക്കിൾ ചവിട്ടും. എനിക്കിപ്പോഴും അറിയാൻ വയ്യാത്തൊരു സങ്കടമുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് പിച്ച് കിട്ടിയിട്ടുള്ളത് ടാന്, സൈന്, കോസ്, ടാനാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ളത് സാനും കോസിനും ടാനിനും. വല്ല ഗുണം ആർക്കെങ്കിലും അതുകൊണ്ട് ഉണ്ടായോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും കണക്ക് സാറന്മാരെ പണം കണ്ട ഏതായാലും ഫുൾ സൈക്കിളും ഹാഫ് സൈക്കിളും ഒക്കെ ചവിട്ടി അവരെല്ലാം മിടുക്കരായി. പക്ഷേ ഈ ക്ലാസ്സിൽ വളരെ സ്ലോ ആയിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് വാലസ് എന്നാണ്. അപ്പോൾ ഈ വാലസിനെ അങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഏറ്റവും പ്രയാസമുള്ളൊരു കുട്ടിയെ ഒഴിവാക്കിയ ഈശോ സഹിക്കുമോ? ഈശോയ്ക്ക് ഇഷ്ടപ്പെടുമോ? ആരെങ്കിലും ഒഴിവാക്കാൻ ഈശോ സഹിക്കുമോ? ഇല്ല. അപ്പോൾ അവനെ കൂടെ അങ്ങ് ചേർക്കാമെന്ന് വെച്ചു. അപ്പോൾ അവന് ഏറ്റവും ചെറിയൊരു റോള് കൊടുക്കാൻ തീരുമാനിച്ചു. ഏറ്റവും ചെറിയൊരു റോളെന്ന് പറയുന്നത്, ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി ജോസഫും മറിയം കൂടെ നാൾ വഴി ചാർത്തിയിട്ട് വരുമ്പോഴാണ് മറിയം പ്രസവിക്കുന്നത്. അപ്പം പ്രസവിക്കാൻ വേണ്ടി അവരൊരു സത്രത്തിൽ വരും. എന്നിട്ട് ഈ സത്ര ഉടമയോട് ചോദിക്കും, ഒരു സ്ഥലം തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ സത്ര ഉടമ എന്തോ പറയും? സ്ഥലം ഇല്ല എന്ന് പറയും. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ എവിടെ കിടത്തി? പശുത്തൊട്ടി കിടത്തി. അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് ഈ വാതിക്ക് വന്ന് മുട്ടുമ്പോൾ കഥ തുറക്കുന്ന ജോലിയാണ് വാലസിൻ്റെ. അപ്പോൾ അവർ ചോദിക്കും, കുഡ് യു പ്ലീസ് ഗീവ് മീ എ പ്ലേസ് എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, സോറി ഹിയർ നോ പ്ലേസ് എന്ന് പറയണം, കഥ അടയ്ക്കണം, അത്രയേ ഉള്ളൂ. അത് തന്നെ അവൻ പഠിക്കാൻ പാടപ്പെട്ടു. ഈ പാപം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നാടകമെല്ലാം തുടങ്ങി. ജോസഫ് മറിയത്തെയും കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് വരികയാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ പാവം വരികയാണ്. ആ പാവം വന്ന് ജോസഫ് വന്ന് സത്രത്തിൻ്റെ വാതിൽക്കൽ മുട്ടി. ഈ വാലസ് വന്ന് കഥവ് തുറന്നു. ജോസഫ് ചോദിച്ചു, കുഡ് യു പ്ലീസ് ഗീവ് മീ എ റൂം, ഒരു റൂം തരാമോ എന്ന് ചോദിച്ചു. എന്തോ പറയണം? വാലസ് എന്തോ പറയണം? പറ മക്കളെ, എന്തോ പറയണം? സോറി എന്തോ ഇല്ല, മുറിയില്ലെന്ന് പറയണം. പക്ഷേ ഈ വാലസ് പാവമല്ലേ, അവൻ ഇവരെ കണ്ടപ്പോൾ അങ്ങ് സങ്കടമായി. അവൻ നാടകമാണെന്ന് മറന്നുപോയി. അവനിങ്ങനെ നോക്കിയിരുന്നു, അവനൊന്നും മിണ്ടിയില്ല. ഒടുവിൽ ടീച്ചർമാരെല്ലാം കൂടെ അവിടെ നിന്ന് പറഞ്ഞു, വാലസ് ടെൽ 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 നോ പ്ലീസ്. ഒടുവിൽ കഷ്ടപ്പെട്ട് അവൻ പറഞ്ഞു, സോറി നോ റൂം. ഇത് പറഞ്ഞിട്ട് വാലസ് എന്തോ ചെയ്യണം? ഈ സപ്പോസ് ടു ക്ലോസ് ദ ഡോർ, മുറി എന്ത് ചെയ്യണം? കഥ അടയ്ക്കണം. പക്ഷേ അവൻ കഥ അടച്ചില്ല. അവനിങ്ങനെ നോക്കി നിൽക്കുക. ജോസഫ് മറിയത്തെ താങ്ങി പിടിച്ചുകൊണ്ട് പോയി. ഇവനങ്ങ് കരച്ചിൽ വന്ന് കേട്ടോ, പാവമല്ല അവൻ. പാവത്തിൻ്റെ പോക്ക് കണ്ടപ്പോൾ അവൻ നാടകമാണെന്ന് മറന്നുപോയി. അവൻ കൈ കൊട്ടി. ജോസഫ് തിരിഞ്ഞു നോക്കിയാൽ പറഞ്ഞു, എൻ്റെ കട്ടിൽ തന്നേക്കാൻ വരാൻ പറഞ്ഞു.
ഇനി എങ്ങനെ നാടകം മുമ്പോട്ട് കൊണ്ടുപോകും? ഇനിയുമാണ് കിഴക്കുന്ന് ആര് വരണം? വിദ്വാന്മാരൊക്കെ വരണ്ടേ? പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ച വെക്കണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം. എല്ലാം തീർന്നു. വാലസ് പറഞ്ഞ് എൻ്റെ മുറി അന്നേക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേന് പക്ഷേ ഒരു കാര്യം നടന്നു. അവിടെ നിന്നൊരു മുഴുവൻ എഴുന്നേറ്റ് ഇന്ന് ഒരു നിമിഷം എല്ലാവരും മൗനമായി. പക്ഷേ എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കാൻ തുടങ്ങി. ആ നാടകം ഏറ്റവും നല്ല നാടകമായിട്ട് തിരിച്ചെടുത്തു. അത് ഈ ഗൂഗിളിലൊക്കെ ഉണ്ട്. ഇത് ഇന്നെന്ന പേരിൽ ഒരു നാടകം. പക്ഷേ ഒരു കാര്യം അവിടെ പറയുകയാണ്, ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ മുറി തന്നേക്കാമെന്ന് പറഞ്ഞു. ഇതാണ് കർത്താവിനെ കൈക്കൊള്ളുകയെന്ന് പറഞ്ഞു. കർത്താവിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു മുറിയുണ്ട്. ആ മുറി നമ്മുടെ ഹൃദയം എന്ന മുറിയാണ്. ആ മുറി ദൈവത്തിന് അങ്ങോട്ട് കൊടുത്താൽ അവിടെ വന്ന് അരുളും കർത്താവ്. ദൈവം വേറെ ഒരിടത്തും വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ആരായിട്ട് മാറി മനുഷ്യാവതാരം എടുത്തു. ഇന്ന് ആ പാവം വാലസൻ വലിയ മിടുക്കന്മാരൊന്നും ഇത് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നു, ജ്ഞാനികൾക്ക് മറച്ചു വച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെട്ടു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായി തിരഞ്ഞെടുക്കപ്പെട്ടു. വലിയ അറിവുള്ളവരൊന്നും ചെയ്തില്ല. അവർ ദൈവത്തെ ദൈവം എന്ന് അറിഞ്ഞിട്ടും ദൈവത്തെ ദൈവം എന്ന് ഗ്രഹിക്കുകയോ ദൈവത്തെ അക്നോളജ് ചെയ്യുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. എന്നാൽ സാധുക്കളായ കുറേ പേര് പറഞ്ഞു, ഈ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയ്ക്കുണ്ടെന്ന് പറഞ്ഞു. ആ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം കൊടുത്താത്ത ദൈവം ഇന്ന് രാത്രി ചോദിക്കുക, എൻ്റെ പൊന്നു മക്കളെ, ഈ ഹൃദയം കർത്താവിന് വേണ്ടി ഒന്ന് കൊടുക്കാമോ? ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ പണമല്ല, നമ്മുടെ പൈസയല്ല, അതൊന്നുമല്ല തമ്പുരാന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ ആ ദൈവത്തിന് ഹൃദയം കൊടുക്കുക. ദൈവം മനുഷ്യനായി തീർന്ന ദൈവത്തിന് എന്തിനാണ് ക്രിസ്തു മനുഷ്യാവതാരം എടുത്തത്? ഒരിക്കൽ ഒരു രാജകുമാരൻ കല്യാണപ്രായം എത്തിയപ്പോൾ തൻ്റെ അപ്പൻ വലിയ രാജാവാണ്. ആ രാജ്യത്വത്തിൻ്റെ മുഴുവൻ അവകാശിയാകാൻ പോകുന്ന ഈ രാജകുമാരന്. അപ്പോൾ ഈ രാജാവ് ഒരു ദിവസം കല്യാണപ്രായം എത്തിയ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് വിവാഹപ്രായം എത്തി, പക്ഷെ ഞാൻ നിൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. നിനക്ക് പോയിട്ട് ഒരു കാര്യം ചെയ്യാം. നീ പോയിട്ട് നിനക്കിഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം, തിരഞ്ഞെടുക്കാം. പക്ഷേ നീ പല കാര്യങ്ങൾ ചിന്തിക്കണം. അവളാണ് നാളത്തെ രാജ്ഞി. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ നിന്നോട് പറയാം. സൗന്ദര്യമുള്ള പെൺകുട്ടിയായിരിക്കണം, ശാലീനതയുള്ള പെൺകുട്ടിയായിരിക്കണം. നമ്മുടെ രാജ്യത്ത് ഏറെയും സാധുക്കളാണ്. അതുകൊണ്ട് അവൾക്ക് മനുഷ്യരോട് സ്നേഹവും വിനയവും കരുതലും ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയായിരിക്കണം. അങ്ങനെ നിനക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. ഈ രാജകുമാരൻ പെൺകുട്ടിയെ ഭാവി വധുവിനെ തപ്പി യാത്രയായി. കേട്ടാക്കളെ, ഭാവി വധുവിനെ തപ്പി യാത്രയായി. അപ്പോൾ ഒരു കുതിരപ്പുറത്ത് പോവുകയാണ്. കൂട്ടത്തിൽ അംഗരക്ഷകനുണ്ട്. വലിയ ബഹളങ്ങളോടൊക്കെ പോവുകയാണ്. പോയപ്പോഴാണ് ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഗ്രാമത്തിലൂടെ അതീവ സുന്ദരിയായൊരു പെൺകുട്ടി കുടത്തി വെള്ളം കൊണ്ട് വരികയാണ്. ഗ്രാമീണ പെൺകുട്ടിയാണ്, പക്ഷേ സൗന്ദര്യമുള്ള സൽസഫിയായ ഒരു പെൺകുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നി. അപ്പോൾ രാജാവിന് ചെയ്യണം തോന്നി. ഓടിച്ചെന്നിട്ട്, കയറൂ എൻ്റെ രഥത്തിൽ, കൊണ്ടുപോകാൻ പോകുന്നു കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വരുമോ? ഇല്ല. പെട്ടെന്ന് പുള്ളിക്കൊരു ചമ്മൽ, പുള്ളിക്കൊരു വെപ്രാളം, പ്രേമം തലയ്ക്ക് പിടിച്ചു. പക്ഷേ അവനെ വിറച്ചു. രാജകുമാരനായിട്ട് ചെന്ന് എങ്ങനെയാണ് പറയുക? നേരെ ചെന്ന് കയറൂ എന്നൊക്കെ പറഞ്ഞാൽ പ്രേമം ബലമായിട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണോ? അല്ല, ഹൃദയത്തിൽ പിടിക്കണ്ടേ? അപ്പോൾ ഈ പുള്ളി അങ്ങ് തിരിച്ചുപോയി. പുള്ളി അന്ന് രാത്രി കിടന്ന് ആലോചിക്കാൻ തുടങ്ങി, എങ്ങനെ എനിക്ക് ഈ പെൺകുട്ടിയുടെ മനസ്സ് പിടിച്ചെടുക്കാം, എങ്ങനെ ഈ പെൺകുട്ടിയോട് പറയാം. അപ്പോൾ തനിക്കൊരു ആശയം തോന്നി. ആ ആശയം ഇതാണ്. കിരീടമെല്ലാം അഴിച്ചു വെച്ചു, പട്ടു വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചു. എന്നിട്ട് ഗ്രാമത്തിലെ ഒരു ഗ്രാമവാസിയായിട്ടൊരു കർഷകനായിട്ട് ആ ഗ്രാമത്തിൽ താമസിച്ചു. പുതിയതായിട്ട് വന്ന ചെറുപ്പക്കാരനെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാ ഗ്രാമവാസികളും മരിച്ചാൽ അവിടെ ഉണ്ട്, ചതയ്ക്ക് തീ കൊളുത്താനുണ്ട്, വിറക് വെട്ടാനുണ്ട്, ശവം ചുമക്കാനുണ്ട്, ഒരു പ്രളയം ഉണ്ടായാൽ അവിടെ ഉണ്ട്. എല്ലാത്തിനും ഈ കുഞ്ഞുണ്ട്. മിടുക്കനായ ചെറുപ്പക്കാരൻ എല്ലാവരെയും ആകർഷിച്ചു. സുന്ദരനായ കൊച്ച്, നല്ല ചെറുക്കൻ. അപ്പോൾ പലവട്ടം ഈ വെള്ളം കൊണ്ടുവരുന്ന കുട്ടിയെ നോക്കി ചിരിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടി അവനോട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്താണ്? എനിക്ക് താങ്കളെ കണ്ടപ്പം തൊട്ട് എനിക്കൊരു സന്തോഷം, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഈ രാജകുമാരൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, കുഞ്ഞെ, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്. ഞാൻ ഒരു വധുവിനെ തേടി ഇറങ്ങിയതാണ്. പക്ഷേ നിന്നെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. പക്ഷേ സ്നേഹം പിടിച്ചു പറിക്കേണ്ടതെല്ലാം തോന്നിയപ്പോൾ ഞാൻ നിന്നോടൊപ്പം ഈ ഗ്രാമത്തിൽ നിങ്ങളൊരുവനായിട്ട് താമസിച്ചു. എന്തിനാണ്? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒറ്റ കാര്യമായിരുന്നു. നിൻ്റെ വായിന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്, എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഈ വർഷങ്ങൾ മുഴുവൻ ഞാൻ ഈ കണ്ടെത്തി പണി ചെയ്ത് ഈ ഗ്രാമക്കാരനായിട്ട് താമസിച്ചത്. ഇന്നു മുതൽ നീ എൻ്റെ രാജ്ഞിയാണ്. ഇതുപോലെ കർത്താവിന് മനുഷ്യാവതാരം എടുത്ത കർത്താവും പറയും, ഒറ്റ വാക്ക് കേൾക്കാനാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ സ്നേഹമാണെന്നൊരു വാക്ക്. നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്ത കർത്താവ്, നമുക്ക് വേണ്ടി പങ്കപ്പാടെടുത്ത കർത്താവ്, നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, നമുക്ക് വേണ്ടി ശാപമായ കർത്താവിനോട് ഒരു വാക്ക് എത്ര പേര് പറയും? യേശുവേ, എനിക്ക് അങ്ങയെ സ്നേഹമാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണം. അപ്പം ദൈവം നമുക്ക് ആരായി മാറും? പിതാവായിട്ട് മാറും. കരങ്ങളെല്ലാം ഉയർത്തി ഒരു നിമിഷം ഒന്ന് പറഞ്ഞേ, ദൈവമേ, എനിക്ക് അങ്ങയെ സ്നേഹമാണ്. ആത്മാർത്ഥമായി ഇന്നത് പറഞ്ഞാൽ
തിരിച്ചൊരു മറുപടിയുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മുടെ കുടുംബം നോക്കില്ല, കുലം നോക്കില്ല, നമ്മുടെ പഴക്കം പാരമ്പര്യം, നമ്മുടെ അപ്പനാരാണ്, നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഒന്നുമല്ല തമ്പുരാൻ നോക്കുക. നമ്മുടെ ഒരൊറ്റ വാക്ക് മനുഷ്യൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ യേശു ഇഷ്ടപ്പെടുന്നു. എനിക്ക് അങ്ങയെ സ്നേഹമാണ്, എനിക്ക് അങ്ങയെ സ്നേഹമാണ്. ഈ ശാന്തമായ രാത്രിയിൽ ദൈവവചനം കേൾക്കുന്നവരെ ഒരു വാക്ക് പ്രതികരിക്കാമോ? എനിക്ക് അങ്ങയെ സ്നേഹമാണ്, എനിക്ക് അങ്ങയെ സ്നേഹമാണ്, എനിക്ക് അങ്ങയെ സ്നേഹമാണ്. അങ്ങനെ സ്നേഹമാണെന്ന് പറയുന്നവരുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ടാണ് വചനം 1-ാം അധ്യായത്തിൽ പറയുന്ന വചനം ഒന്നുകൂടെ പറഞ്ഞ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായിത്തീരാം. 3-ാം അധ്യായത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എങ്ങനെയാണ് ഈ വിശ്വാസത്തിലൂടെ ഈ ലക്ഷ്യ കരസ്ഥമാക്കുക? മനുഷ്യൻ്റെ ഏറ്റവും വിലയുള്ളത് മനുഷ്യൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നു, സർവ്വലോകത്തെക്കാട്ടും വിലയുണ്ട് എന്തിന്? മനുഷ്യൻ്റെ ആത്മാവ്. ഈ മനുഷ്യനെ തേടി ദൈവം സ്വർഗത്തിൽ നിന്ന് വന്നത് ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ആത്മാവിന് മോക്ഷം നൽകാൻ വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ്റെ പാപക്കറകൾ, പാപപ്രവൃത്തികളെല്ലാം അവനെ പാപക്കയത്തിൽ അടിമയാക്കുക മാത്രമല്ല, മനുഷ്യൻ്റെ സൽപ്രവൃത്തികളെല്ലാം കറ വരണ്ട തുണി പോലെ. കാരണം അവനോ പാപമയനാണ്, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അതുകൊണ്ട് നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ആ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായിട്ട് മാറി. എൻ്റെ പൊന്നു പ്രിയരെ, ഒരു കുഞ്ഞ്, ഈ രക്ഷ എന്ന് പറയുന്നത് ഭയങ്കര വിലയുള്ളതാണ്, ആത്മരക്ഷ. പക്ഷേ അത് ഇന്ന് സൗജന്യമായി കിട്ടുന്നത് വിലയില്ലാത്തതുകൊണ്ടല്ല. ബോണോഫർ എന്ന് പറയുന്ന ജർമ്മൻ തിയോളജിയൻ പറയുന്നുണ്ട്, രക്ഷ ഇറ്റ് ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. അത് ഫ്രീ ആണ്, ചീപ്പല്ല കേട്ടോ. അതുകൊണ്ട് സൗജന്യമായി കിട്ടുന്നതുകൊണ്ട് വിലയില്ലെന്ന് കരുതരുത്. ഒരാളിതിന് വില മുടക്കി തൻ്റെ ജീവൻ്റെ വില നമുക്ക് വേണ്ടി നൽകി. അവസാന തുള്ളി രക്തം വരെ തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. ആ രക്തം നമുക്ക് വേണ്ടി അവിടെ നിന്ന് ഊറ്റിയത് എന്തിനാ? നമ്മുടെ പാപക്കറ കഴുകി കളയാൻ. അതുകൊണ്ടാണ് വചനം പറയും, നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുമുമ്പായിരുന്നാലും അതിനെ എന്തു ചെയ്യും? ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള പുത്രനാം യേശുവിൻ്റെ രക്തം. അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന പുത്രനാം യേശുവിൻ്റെ രക്തം. ആ രക്തത്താൽ നാം കഴുകപ്പെടുകയാണ്. കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ പാപക്കടങ്ങളെ കഴുകും. അവിടെ നമ്മുടെ പാപത്തിന് വേണ്ടി പകരം മരിച്ചത് കൊണ്ട്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റതുകൊണ്ട് നാം സ്വതന്ത്രരായി മാറുകയാണ്. 1-ാം അധ്യായത്തിൽ ഒരു പുതിയ ആ ദൈവിക വെളിപ്പാട് കാണുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്തു. ഇനി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ ഒരു അനുഭവത്തെ, വീഞ്ഞിനെ കാണുകയാണ്. 1-ാം അധ്യായത്തിൽ പറയുന്നു അവൻ്റെ മക്കളായി തീരാം. ഈ മക്കളായി തീർന്നവർക്ക് വേണ്ടി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 2 കാണുന്നു, അവിടെ കാനായിലെ വീട്ടിൽ എന്തുണ്ട്? ഗലീലയിലെ കാനായിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ്, ഗലീലയിലെ കാനാവിൽ എന്തുണ്ടായിരുന്നു? ഒരു കല്യാണ വീട്ടിലേക്ക് യേശു വരുന്നുണ്ട്. അവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം ഉണ്ടായി. അവിടുത്തെ അമ്മ പറയുന്നു അവർക്ക് എന്തില്ല? വീഞ്ഞില്ല എന്ന് പറയുന്നു. ആ വിവരം അമ്മ യേശുവിനെ ധരിപ്പിക്കുകയാണ്. അമ്മ ആരെ ധരിപ്പിച്ചു? യേശുവിനെ ധരിപ്പിച്ചു. അതും ഒരു സത്യമാണ് കേട്ടോ. വീട്ടിലെ പല കുറവുകളും അറിയുന്നത് ആരാണ്? അമ്മയാണ്. അമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അമ്മ സമം കുറവറിയുന്ന ഒരാളാണ്, കുറവറിയുന്നവളാണ് അമ്മ, അല്ലേ? ഈ പിള്ളേരുടെ എല്ലാം പല കള്ളക്കളികളും പിടിക്കുന്ന ആരാ? അമ്മയാണ്. എന്നാടി നിനക്ക് പറ്റിയേ? ഇടി എന്നാന്ന് നിനക്ക് പറ്റിയേ? ഇടി എന്നാന്ന് നിനക്ക് പറ്റിയേ? ഇനി ഞങ്ങളുടെ നാട്ടിലെ അമ്മമാർ ചെയ്യുന്നൊരു ഏറ്റവും വലിയ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ഈ പിള്ളേരൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈ പെൺപിള്ളേരെ വിളിച്ചിരുത്തിയിട്ട് ഇവിടെ തലയിലോട്ട് കുറച്ച് എണ്ണ വാരി ഒഴിച്ചിട്ട് ഈ നടവാതിക്കിലോട്ട് അവരെ താഴെ ഇരുത്തിയിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് പേനിട്ട് ചീകും. കണ്ടിട്ടുണ്ടോ? പേൻ ചെയ്യുന്ന ആരാ? അമ്മയാണ്. എന്നിട്ട് ഈരോലൂടെ ഇട്ട് ചീകും. ഈ എണ്ണ ഒഴിക്കുമ്പോഴേ നമ്മൾ ഈ ഭ്രാന്തിനൊക്കെ ആശുപത്രിയിൽ പോയാൽ തലയിൽ എന്തോ വെക്കും? തളം വെക്കും എന്ന് പറഞ്ഞ പോലെ ഈ അമ്മമാർ എണ്ണ പുരട്ടി ചീകുമ്പോഴേ ഇതിന് വെളിവും വെള്ളിയാഴ്ചയും വീഴും. അപ്പോൾ ഇതുങ്ങൾ പകുതി സത്യങ്ങളൊക്കെ പറയും. അവൻ എൻ്റെ അടുക്ക വന്നതെന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നത് ഈ പെയിൻ ചെയ്യുമ്പോഴാണ്. മലയാളി അമ്മമാർ എല്ലാ രഹസ്യവും പെൺപിള്ളേരുടെ പിടിച്ചെടുത്തത് എങ്ങനെയാണ്? പേനെ ചെയ്യുക, വല്ലതും പിടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുത്തിയാൽ മതി. എല്ലാം തത്ത പറയുന്ന പോലെ നല്ലപോലെ തല എണ്ണ വീഴുമ്പോൾ ഇതുങ്ങൾക്ക് വെളിവും വീഴും, വെള്ളിയാഴ്ചയും വീഴും. അപ്പോൾ അതുങ്ങൾ രഹസ്യങ്ങളൊക്കെ പറയും. ഏതായാലും അമ്മ അറിയുന്നവള, അമ്മയുള്ള വീട് അറിയുന്ന വീടാ. എന്നാൽ അമ്മയില്ലാത്തൊരു വീടിൻ്റെ ഗതികേട് നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ? ഒരു വീട്ടിൽ അമ്മയില്ലായിരുന്നു. അറിയാമോ ഏത് വീടാന്ന്?
ലോത്തിൻ്റെ വീടാണ്. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി. എന്നാൽ അപ്പൻ്റെ കൂടെ 2 മക്കളും അപ്പൻ്റെ കൂടെ കിടന്നു. ആരറിഞ്ഞില്ല? അപ്പൻ അറിഞ്ഞില്ല എന്നുണ്ട്. അപ്പൻ അറിഞ്ഞില്ല. അമ്മാസമം അറിയുന്നവള. അമ്മാസമം എന്ത് ചെയ്യുന്നവളാ? അറിയുന്നവള. അതുകൊണ്ട് ഏത് വീടിനും ആര് വേണം? അമ്മ വേണ്ടേ? അമ്മ അറിയുന്നവള. അമ്മ അറിയുന്നവള. അപ്പം അമ്മ അറിയുന്ന അമ്മ ഇതറിഞ്ഞിട്ട് ആരോട് പറഞ്ഞു? കർത്താവിനോട് പറഞ്ഞു. ഏത് കുറവും ആരോട് പറയാം? കർത്താവിനോട് പറയാം. കർത്താവിനോട് പറഞ്ഞപ്പോൾ ഒരു ഗുണമുണ്ടായി. ചെവി അറിയാതെ ആ കുറവ് ദൈവം പരിഹരിച്ചു. ചെവി അറിയാതെ ആ കുറവ് ദൈവം പരിഹരിച്ചു. എനിക്കൊരു കർത്താവിനെ അറിയാം. ഏത് കുറവും ആരും അറിയാതെ പരിഹരിക്കുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഏത് വീടിനും കുറവുണ്ടാകാം, ഇല്ലേ? ഏത് വീടിനും എന്തുണ്ടാകാം? കുറവുണ്ടാകാം. ചിലപ്പോൾ എന്തെല്ലാം കുറവുകളുണ്ടാകാം. എന്ത് പ്രതീക്ഷയോടാണ് ഒരു കുഞ്ഞിനെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത്? പക്ഷെ ചെന്ന വീട്ടിൽ സമാധാനമില്ല, ചെന്ന വീട്ടിൽ പ്രശ്നങ്ങൾ. എന്ത് പ്രതീക്ഷയോടെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത്? പക്ഷെ കുഞ്ഞിന് വൈകല്യങ്ങൾ, പ്രയാസങ്ങൾ, എന്ത് കുറവും പരിഹരിക്കുന്ന ഒരിടമുണ്ട്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ഇടം. ഇന്ന് രാത്രി എൻ്റെ യേശു വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? കുറവ് പരിഹരിക്കാൻ. കുറവ് പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. വീടായ കുറവുകൾ ഉണ്ടാകും. പക്ഷെ ആരോട് പറയണം? യേശുവിനോട് പറയണം. യേശുവിനോട് പറഞ്ഞാൽ കർത്താവ് കുറവുകളെ പരിഹരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് വന്നിട്ടുണ്ട്. എന്തിനാ? നമ്മുടെ കുറവുകളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഒറ്റൊരു കുഞ്ഞുണ്ടായി. ആൺകുഞ്ഞായിരുന്നു. രണ്ടാമതുണ്ടായ കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞ് കോഴിക്കോടായിരുന്നു. എൻ്റെ വീട് റാന്നിയിൽ, വൈഫ് ഹൗസ് കോഴിക്കോട്. അവിടെ ഇരുന്നു കൊണ്ട് പെട്ടെന്ന് എനിക്ക് തിരിച്ചു വരണം. വരുന്ന വഴിക്കാണ് പ്രിയരെ, ഞാൻ ഹൃദയം തുറന്ന് പറയുക, ഇതൊരു പബ്ലിക് ഗ്രൗണ്ടിലാണ് പറയുന്നത്, എനിക്കറിയാം. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിന് ഹാർട്ടിന് ഹോളാണ്. സ്റ്റെത്ത് വെച്ചപ്പോഴേ കിട്ടി, നല്ല ഹോളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണം? അറിയില്ല. ചിലപ്പം മൂടാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും. ഏതായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ അവിടുന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്ത് റാന്നിക്ക് വരിക. വല്ലാത്തൊരു സങ്കടം തോന്നി. കർത്താവ്, കുഞ്ഞിന് ഹാർട്ടിന് ഹോളാ, എന്തോ ചെയ്യും? വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ അപ്പയോട് പറഞ്ഞു, അപ്പ കൊച്ചിന് ഹാർട്ടിന് ഹോളാ. ഞാൻ അങ്ങ് കരഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പ്രവചനവും ദർശനവും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലേ? പ്രവാചകന്മാരൊക്കെ ഉണ്ട്. അറിവില്ലാത്തവരുടെ അറിവിലേക്ക് പെന്തക്കോസ്ത് സഭകളിൽ ഈ കൃപാവരങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഒരു ദൈവദാസൻ വന്ന് ഈ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു പാർശ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം, അന്ന് എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ഭയങ്കര മെനയുള്ളൊരു കൊച്ച. അവൻ ഓടി നടക്കുന്നു, ബഹളം വെക്കുന്നു, ഭയങ്കര ചാട്ടവും ബഹളം. എൻ്റെ പൊന്നെ. അപ്പോൾ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞേടാ, ആ പ്രവാചകൻ പറഞ്ഞ എന്താ? ഓടി നടക്കുന്നൊരു കൊച്ചാന്ന്. ഏതായാലും ഹാർട്ടിന് ഹോളുണ്ടെങ്കിൽ എന്ത് ചെയ്യാനൊക്കത്തില്ല, ഓടാനൊക്കത്തില്ല. നീ അതങ്ങ് വിശ്വസിച്ചാൽ പോലെ. ഇതിനിടയ്ക്ക് ഈ വയറ്റിൽ കുഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ജോളി ടീച്ചറുണ്ട്. ടീച്ചർ ഒരു ദർശനം കണ്ടു. ഒരു ഗുണ്ടുപണി കൊച്ചൻ അവനിങ്ങനെ ഓടുന്നു. അപ്പോൾ എൻ്റെ അവൻ്റെ അമ്മച്ചി ഇവനെ അടിക്കാനായിട്ട് ഓടിക്കുമ്പോൾ ഈ ടീച്ചർ അമ്മയോട് ചോദിച്ചു, എൻ്റെ അമ്മയോട് ചോദിച്ചു, ആൻറ്റി എന്തിനാ കൊച്ചിനെ അടിക്കാൻ വന്നത്? എൻ്റെ കൊച്ചിനെ അല്ല, നിൻ്റെ കൊച്ചിനെ അല്ല, എൻ്റെ കൊച്ചിനെ എനിക്ക് അടിക്കാൻ ഒക്കത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവനങ്ങ് ഓട്ടം, അമ്മച്ചി പുറകെ ഓടുക. അപ്പോൾ എൻ്റെ അപ്പ പറഞ്ഞേടാ, ഓടി നടക്കുന്നൊരു കൊച്ചിനെ എല്ലാവരും കണ്ട്. ഏതായാലും ഹാർട്ടിന് ഹോളുണ്ടെങ്കിൽ എന്ത് ചെയ്യാനൊക്കത്തില്ല, ഹോളുണ്ടാകാൻ പാടില്ല. നീ അത് വിശ്വസിച്ചാൽ മതി. എൻ്റെ പൊന്നെ, ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹാർട്ടിന് കിടക്കാത്ത ആശുപത്രിയില്ല ഇവനെ കൊണ്ട്. എന്നും ശ്വാസം മുട്ടി അങ്ങോട്ട് വന്നാൽ ഇവന് ശ്വാസം കിട്ടത്തില്ല. മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട ജില്ലയിൽ അവനെയും കൊണ്ട് അഡ്മിറ്റാകാത്ത ഹോസ്പിറ്റലില്ല. എല്ലാ ഹോസ്പിറ്റലും അവനെയും കൊണ്ട് അഡ്മിറ്റായി. ഏതായാലും അവൻ 5-6 വയസ്സായപ്പോഴത്തേനും കിടക്കാത്ത ഹോസ്പിറ്റൽ എല്ലാ മാസവും ആശുപത്രിയില്ല, എല്ലാ ആണ്ട്രതിക്കും ആശുപത്രിയില്ല. പക്ഷേ അവൻ 5-6 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മച്ചി മരിച്ചു. അവൻ്റെ അമ്മച്ചി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഞാൻ നാളെ കർത്താവിൻ്റെ അടുത്ത് പോവുക. ഞാൻ കർത്താവിൻ്റെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എൻ്റെ കൊച്ചൻ്റെ ഹാർട്ട്. അപ്പം ശവമടക്കം കഴിഞ്ഞിട്ട് നീ പോയിട്ട് അവനെ നോക്കണം. അവൻ്റെ ഹാർട്ട് മാറിയിരിക്കും, ഹോള് മാറിയിരിക്കും. ഏതായാലും ശവമടക്കം കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം എൻ്റെ പെങ്ങൾ കൊണ്ട് അവനെ എക്കോ അടിച്ചപ്പോൾ ഹാർട്ടിൻ്റെ ഹോള് മാറി. ഇന്നെൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവനാണ്. എന്നാ കാര്യം ചോദിച്ചാൽ, ഇന്നലെ 200 കിലോ 190 കിലോ ഒക്കെ പൊക്കുന്ന ഫോട്ടോയാണ് ഇട്ടേക്കുന്നത്. ഏതായി ജിമ്മിൽ പോയിട്ട് 190 കിലോ ഒക്കെ പൊക്കുക. എൻ്റെ തമ്പുരാൻ എനിക്ക് കണ്ടിട്ട് പേടിയാണ്. അപ്പോൾ ഞാൻ ഓർക്കും, അവൻ്റെ അമ്മച്ചി പറഞ്ഞിട്ട് പോയതാ ഹാർട്ടിന് ഹോളുള്ള കൊച്ചായിരുന്നു. എനിക്കൊരു കർത്താവിനെ അറിയാം. എല്ലാ കുറവും പറയാൻ ഒക്കുന്ന ഒരാളുണ്ട്. എല്ലാ കുറവും പറയാം, എല്ലാ സങ്കടവും പറയാം. പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ചെവി അറിയാതെ പരിഹരിക്കും. മനുഷ്യനോട് പറഞ്ഞാൽ എല്ലാവരും പറയും. ഈ മെയ് മാസത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് പോയി.
ആ രാജ്യത്ത് ഞങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഒരു ദർശനമൊക്കെ കണ്ടു. ഏതായാലും പെട്ടെന്നൊരു ദിവസം രാവിലെ വിവാഹത്തിന് വേണ്ടി പോയതാണ്. വിവാഹത്തിൻ്റെ അന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഇവിടെ ഒരു ചെറിയ കുരുക്കളുണ്ടായി, ചെറിയ പരിക്കൾ പോലെ. വിവാഹം കഴിഞ്ഞ് 1-2 ദിവസം കൊണ്ട് എൻ്റെ പൊന്നു പ്രിയൻ, എൻ്റെ ഫോട്ടോ കണ്ട ഇപ്പോഴും നിങ്ങളെന്നെ മുഖത്ത് നോക്കത്തില്ല, അതുപോലെ എൻ്റെ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ പരുക്കളായി. പരുക്കളെന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നാൽ എഴുന്നേൽക്കുമ്പോൾ മൊത്തം തൊലി അവത്തെ കിടക്കും, ഞാൻ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തൊലിയെല്ലാം അവത്തലായിരിക്കും. അങ്ങനെ പരുക്കളായി. മെയ് മാസം കൊണ്ട് ആ പരുക്കൾ കഴിഞ്ഞു. പക്ഷേ ഒരു ദിവസം ഞാനിങ്ങനെ നടക്കുമ്പോൾ ഞാൻ വേച്ച് പോവുക, എനിക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ ആകത്തുള്ളൂ, നടക്കാൻ വയ്യാതായി. അങ്ങനെ ഞാൻ വന്നു, 2 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അവർ പറഞ്ഞു സ്പൈനൽ കോഡ് ഇൻഫ്ലമേഷനാണ്, അതിനുവേണ്ടി സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ മെഡിസിൻ ഇട്ടു. പക്ഷേ അതിന് ഡയബറ്റിക് കണ്ടമാനം കൂടും, വണ്ണം കൂടും. ഏതായാലും സ്റ്റിറോയിഡ് ഇട്ടിട്ട് മാറിയില്ല. എൻ്റെ ഇത്രയും ഭാഗത്തെ സെൻസേഷൻ പോയി. ഞാൻ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. നിങ്ങൾ പക്ഷേ ഞാൻ പവർ വിഷനിലൊക്കെ ഇരുന്നുകൊണ്ടായിരുന്നു പ്രസംഗിക്കുന്നത്. അങ്ങനെ കുറേ ഒരു 1.5 മാസം ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചു. മടി കുത്തി നടക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ ആരെങ്കിലും എപ്പോഴും കാണും, കാരണം ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ ബാലൻസ് പോവും, പുറമോട്ട് പോവും. എന്നെ കണ്ടിട്ട് ഉത്സാഹിപ്പിക്കാൻ ഭാര്യ എപ്പോഴും പറയും, ഇരുന്ന് പ്രസംഗിച്ച് സുഖം പിടിച്ചു പോയി. അതുകൊണ്ട് സുഖിമാൻ അങ്ങിരിക്കുക. സത്യത്തിൽ ഇരുന്ന് സുഖം പിടിച്ചൊന്നുമല്ല, നമുക്ക് നിന്ന് പ്രസംഗിക്കുന്ന ഇഷ്ടം. പക്ഷേ നിൽക്കാൻ വയ്യ. വയസ്സ് 10-9 കഴിഞ്ഞതേ ഉള്ളൂ. സങ്കടമായി, പിള്ളേരൊന്നും എത്തിയില്ല. ഞാനിരുന്ന് പോയി. ഞാനിരുന്നാൽ പിന്നെ ഒരു വലിയ സമൂഹം എന്നെ ആശ്രയിച്ചാൽ പോവുക. മെഡിസിനൊക്കെ ഒരു പരിധി വരെ ഏറ്റില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെ ആയി. സത്യത്തിൽ ഓക്കെ ആയില്ല, കാരണം എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് മനസ്സിലായി. ഞാൻ വീട്ടിൽ ഇരുന്നു. പക്ഷേ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. ഒരു ദിവസം കുറച്ച് ആൻറ്റിമാർ കോട്ടയത്തുനിന്ന് വന്നു. പ്രായമുള്ള കുറച്ച് ആൻറ്റിമാരാണ്, അത് ചിലരൊക്കെ വിധവന്മാരാണ്. അവർ വന്നിട്ട് എന്നെ ഒരു കസേര ഇരുത്തി, എന്നിട്ട് പറഞ്ഞ പാസ്റ്ററെ, നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാനൊക്കത്തില്ല. ഇവരെൻ്റെ വട്ടം മുട്ടയെ കുത്തിയിരുന്നു കരയാൻ തുടങ്ങി. ആ പാവ അമ്മമാരുടെ കണ്ണീർ എൻ്റെ ദേഹത്തൂടെ വീണ് ഒഴുകി. പക്ഷേ എനിക്കൊരു അത്ഭുതമുണ്ട്. അന്ന് എൻ്റെ ശരീരത്തിൻ്റെ സെൻസേഷൻ തിരിച്ചു വന്നു. ഞാനിന്ന് എഴുന്നേറ്റ് നടക്കുക. ഞാൻ ഒരിക്കലും ചിന്തിച്ചു എനിക്കിനി ഒരു യാത്രയില്ല, എനിക്ക് നിന്നുകൊണ്ടൊരു പ്രസംഗമില്ല, എനിക്കിനി ഒരു കൺവെൻഷൻ പ്രസംഗമില്ല. ഇരുന്നുകൊണ്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്ന ആര് കേൾക്കും? നിന്നിട്ടൊക്കുന്നില്ല, നിന്നിട്ട് ഉറങ്ങുക. പിന്നെ ഇരുന്നുകൊണ്ടിവിടെ പറഞ്ഞാൽ പിന്നെ ആര് കേൾക്കും? ആരെന്നെ വിളിക്കും? പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. എല്ലാ സങ്കടവും അറിയാൻ ഒക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം പറഞ്ഞാൽ ആരും അറിയാതെ പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് ഒരു പുതിയ അനുഭവമാണ്, പുതിയ വീട്. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ വീടിൻ്റെ കുറവ് പരിഹരിക്കുന്ന ഒരാളെ എനിക്കറിയാം. ആ ആളുടെ പേര് 1000 ആവേശത്തോടെ പറയും, എൻ്റെ അപ്പൻ്റെ പേര് നസറത്തിലെ യേശു. നസറത്തിലെ യേശു. ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. എൻ്റെ കർത്താവേ, എനിക്കിന്ന് അങ്ങേ സ്നേഹമാണ്. എല്ലാം അറിയുന്നൊരു പിതാവിൻ്റെ മുമ്പിലായിരിക്കുന്നത്, എന്നാൽ ആരും അറിയാത്തൊരു രഹസ്യം, ആരും അറിയാത്തൊരു വേദന ഞാൻ ചുമക്കുന്നവനാണ്. ഈ രാത്രി എനിക്കതിനൊരു പരിഹാരം വേണം. അല്ലെങ്കിൽ ആ വീടിൻ്റെ കുറവ് പരിഹരിക്കപ്പെടാതെ പോയെങ്കിൽ ലോകം മുഴുവൻ അറിയത്തില്ലേ? ഏത് കല്യാണത്തിനും ആദ്യം ചോദിക്കുന്നത് ഫുഡ് എങ്ങനെ ഉണ്ടെന്നല്ലേ? ഫുഡ് തികയാതെ വന്ന നാണക്കേടല്ലേ? ആണോ? അല്ലേ? ഫുഡ് തികയാതെ വന്ന നാണക്കേടല്ലേ? അല്ലേ? നിത്യമായൊരു അപമാനം ഉണ്ടാകത്തില്ലേ? പക്ഷെ ആ വീട്, ആ തികയാതെ വന്ന വീടെന്ന ഓർമ്മയല്ല കൊടുക്കുന്നത്, പുതുവീഞ്ഞ് വന്ന വീടിൻ്റെ ഓർമ്മയാക്കി മാറ്റി. മറ്റൊരു പേരിൽ അറിയപ്പെടേണ്ട വീടാണ്. ആ വീടിൻ്റെ അവസ്ഥയെ ദൈവം മാറ്റിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പൊന്നു സഹോദരന്മാരെ, ഈ രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. കണ്ണുകളെല്ലാം അടച്ച്, കരമെല്ലാം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ഇന്ന വിഷയമുണ്ട്. 1, ഈ ദൈവം പിതാവാണ്. 2, ഈ ദൈവം കുറവ് പരിഹരിക്കും. ആരുടെ കുറവും പരിഹരിക്കും. എൻ്റെ 1000 സങ്കടങ്ങൾ ആരും അറിയാതെ പരിഹരിച്ച ദൈവം. ഇതാ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുക. കർത്താവ് രാത്രി വന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കുറവ് പരിഹരിക്കും, മക്കളുടെ കുറവ് പരിഹരിക്കും, ബുദ്ധിയുടെ കുറവ് പരിഹരിക്കും, എല്ലാ കുറവുകളും പരിഹരിക്കും. ജീവിതത്തിൻ്റെ സകല ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എനിക്കങ്ങേ ഇഷ്ടമാണ്, എനിക്കങ്ങേ സ്നേഹമാണ്. ആ ബാലസ് പറഞ്ഞതുപോലെ പറ, എൻ്റെ മുറിയുണ്ട് കർത്താവ്, എൻ്റെ ഹൃദയം എന്ന മുറി കൊടുക്കാമോ ഇന്ന് രാത്രി? യേശുവേ, എൻ്റെ ഹൃദയം അങ്ങേക്കാ കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം അങ്ങേക്ക് തരിക. ആ ഹൃദയം കർത്താവിന് കൊടുത്തേ. ആ കർത്താവ് അവിടെ വന്ന് വസിക്കും, കർത്താവ് അവിടെ വന്ന് വാഴും. ഒരു പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും ആഗ്രഹിച്ചിട്ട് നിർത്താനൊക്കാത്ത മദ്യപാനം,
അത് നമ്മുടെ വീടിൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും കെടുത്തിയായിരിക്കാം. പക്ഷേ ഈ രാത്രി എല്ലാം പരിഹരിക്കുന്ന യേശു വന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ഈ നാട് മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഇവിടെ എല്ലാം ബോക്സുണ്ട്, കേൾക്കുന്നവരുണ്ട്. നാട്ടിൻപുറത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, റാന്നിക്കാരനായ എളിവനായ ദാസൻ അറിവിൻ്റെ അൻപിൽ മാനവരാശിക്ക് വേണ്ടി നൽകപ്പെട്ട നാമം യേശു എന്ന നാമം, മാനവരാശിക്ക് വേണ്ടി നൽകപ്പെട്ട നാമം യേശു എന്ന നാമം. നിങ്ങൾ പലതും പരീക്ഷിച്ച് പരാജയപ്പെട്ടതായിരിക്കാം. ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഒരു പരീക്ഷണത്തിനെങ്കിലും പറ, യേശു യേശു യേശു.